ബഹുമാനങ്ങൾക്ക് യോഗ്യരായ എല്ലാ ദൈവമക്കളെയും ഈ രാത്രിയിൽ ഒറ്റ വാക്കിൽ വന്ദനം ചൊല്ലുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകൾ ദൈവം നമുക്ക് ദാനമായി തന്നുകൊണ്ടിരിക്കുകയാണ്. അനേകർ കൊതിച്ചിട്ടും വർഷങ്ങൾ ഒരു സുവിശേഷ യോഗം കൂടുവാൻ കഴിയാത്തവർ ഈ ഭൂമുഖത്തുണ്ട്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ സമൃദ്ധിയായ ദൈവം നമുക്കതെല്ലാം തന്നിരിക്കുകയാണ്. പകലുള്ളിടത്തോളവും ഈ അയച്ചവൻ്റെ വേല തികയ്ക്കുവാൻ ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കാം. 2 വേദഭാഗങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെ. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യവും. ഈ 2 വാക്യങ്ങൾ വായിക്കാം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധ ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിനെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. മതി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അവരുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. മതി. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ നിന്ന് ചില വാക്യങ്ങളും ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നൊരു വാക്യം. അല്പസ്വല്പം ദൈവവചന പരിചയമുള്ളവർക്കും ചില നാളുകൾ ദൈവസഭയിൽ തുടർന്നു പോകുന്ന വിശ്വാസികൾക്കൊക്കെ കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ് ഈ 2 വാക്യം. അതിൽ നമ്മൾ വായിച്ചത് ഒരു വാക്യം പോലെ കിടക്കുന്ന 5 വാക്യങ്ങൾ. 5 വാക്യങ്ങളിലും ഒരു വിഷയത്തിൻ്റെ തുടർമാനമാണ്. അത് മറ്റൊന്നുമല്ല, നല്ല യൗവനക്കാരനായ ശുശ്രൂഷകനായ തിമോത്തിയോസിനോട് വയോധികനായ തൻ്റെ ആത്മീയ പിതാവായ പൗലോസ് പറയുകയാണ്, തിമോത്തിയോസേ, നിനക്കൊത്തിരി കാര്യങ്ങൾ അറിയാം, നീ നല്ല അറിവുള്ളവനാണ്. എന്നാൽ നീ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അന്ത്യകാലത്തെക്കുറിച്ചുള്ള അറിവാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് നീ അറിയുക. തിമോത്തിയോസ് മാത്രമല്ല, ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും അറിയേണ്ട ഒരു സത്യമാണ് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്. ഒന്നും ഇങ്ങനെ അങ്ങ് പോകുമെന്ന് ആരും ചിന്തിക്കേണ്ട ഒരന്ത്യം ജീവിതത്തിലുണ്ട്.
ജീവിതത്തിൻ്റെ അന്ത്യമുണ്ട്. ആരംഭമുള്ളതിനെല്ലാം അന്ത്യവുമുണ്ട്. ഒരു ദിവസത്തിന്, ഒരാഴ്ചയ്ക്ക്, ഒരു മാസത്തിന്, ഒരു വർഷത്തിന്, ഒരു സഹസ്രാബ്ദത്തിന്, ഇതിനെല്ലാം അന്ത്യങ്ങളുള്ളതാണ്. ഇവിടുത്തെ സകല ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്ക് എല്ലാം ഒരന്ത്യമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നാം വസിക്കുന്ന ഈ ഭൂമിക്കും ഒരന്ത്യമുണ്ട് എന്ന സത്യം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി വിളിച്ചറിയിക്കുകയാണ്. അതിനെക്കുറിച്ച് അറിവുള്ളവരായി വേണം നമ്മൾ ജീവിക്കുവാൻ. അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളെ നേരിടേണ്ടി വരും. അതാർക്കും നികത്തുവാൻ കഴിയാത്ത ദുരന്തമായിരിക്കും. ഒരു വണ്ടി അപകടമാണെങ്കിൽ ഇവിടെ നല്ല മെഡിക്കൽ കോളേജുകളുണ്ട്. അതുപോലെയൊക്കെയുള്ള ഏതൊരു പ്രശ്നത്തിനും ഇവിടെ പരിഹാരമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു രാത്രി വരുവാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് മനുഷ്യവർഗത്തിന് വേണം, പ്രത്യേകിച്ച് ദൈവസഭയ്ക്ക് വേണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു മിശിഹ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തൻ്റെ ശിഷ്യഗണത്തോട് അന്ത്യകാലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സുവിശേഷങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല. ആകാശത്തിൽ നിങ്ങൾ നോക്കിയാൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണാമെന്ന് യേശു പഠിപ്പിച്ചു. സമുദ്രത്തിലേക്ക് നോക്കിയാൽ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ, ഓളങ്ങളുടെയും തിരമാലകളുടെയും ശബ്ദം, മനുഷ്യരെ നിശ്ചലമാക്കി കളയുന്ന സംഭവങ്ങൾ സമുദ്രത്തിൽ നോക്കിയാൽ കാണുവാൻ കഴിയും. ക്ഷാമം, ഭൂകമ്പം, ജാതികളിലേക്ക് നോക്കിയാൽ ജാതിപ്പോരുകൾ, ചരിത്രത്തിലേക്ക് രാഷ്ട്രങ്ങളിൽ നോക്കി രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു. വീട്ടിലേക്ക് നോക്കിയാൽ മാതാപിതാക്കളും അപ്പനും അമ്മയും ഒക്കെ ചേരാതെ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രപരമായ, ശാസ്ത്രീയപരമായ, വാന നിരീക്ഷണപരമായ ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള അനവധി കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരാൾക്ക് ഇന്ന് വ്യക്തമായിട്ടറിയുവാൻ കഴിയും, ഇനി ഈ കാലം ഇങ്ങനെ ഒത്തിരി മുമ്പോട്ട് പോകയില്ല. അതൊക്കെ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അല്പം വിദ്യാഭ്യാസവും ചിന്തകളും ഉള്ളവർക്ക് അതൊക്കെ ഗ്രഹിക്കാൻ കഴിയൂ. ഓസോൺ ലെയറിനെ കുറിച്ചും അതും ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടുപോകുന്ന ഒരു ദിവസം. അതൊക്കെ മനസ്സിലാക്കുവാൻ അത്യാവശ്യ വിദ്യാഭ്യാസമുള്ള പിള്ളേർക്കൊക്കെയാണ് അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത്. രാഷ്ട്രങ്ങളോടുള്ള പ്രവചനം അത് ഗ്രഹിക്കണമെങ്കിൽ ചരിത്രബോധം മനുഷ്യർക്ക് വേണം. അതും അല്പം വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയൂ. ഇങ്ങനെ അന്ത്യകാലത്തിൻ്റെ പല ലക്ഷണങ്ങളും ഗ്രഹിക്കാൻ ആ നിലകളിൽ ബുദ്ധിവൈഭവമുള്ളവർക്കൊക്കെ കഴിയൂ. പക്ഷേ അന്ത്യകാലത്തിൻ്റെ ലക്ഷണം അവർ മാത്രം അറിഞ്ഞാൽ പോരാ. എഴുത്തും വായനയും അറിയാത്ത സാധുക്കൾക്ക് പോലും ഈ അന്ത്യകാലത്തെക്കുറിച്ച് അറിവുണ്ടാകണം. അതുകൊണ്ട് ശാസ്ത്രീയമായ, ചരിത്രപരമായ, മതപരമായ, പ്രകൃതിപരമായ വിഷയങ്ങളുടെ ഒക്കെ കർത്താവ് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം എക്കാലവും ലോകത്തിലുണ്ട്. അതുകൊണ്ട് ആർക്കും മനസ്സിലാകുന്ന ചില വിഷയങ്ങളിലൂടെ
അന്ത്യകാലത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ പല അന്ത്യങ്ങളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവസഭ ഭൂമിയിൽ പിറന്നു വീണ മർക്കോസിന്റെ മാളിക മുറിയിൽ ദൈവിക വാക്തത്വത്തിനു വേണ്ടി കാത്തിരുന്ന് 120 മേൽ പകർന്ന ആത്മപകർച്ചയിലൂടെ ജനിച്ചു വീണ ദൈവസഭ കർത്താവിന്റെ രണ്ടാം വരവിൽ കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുന്ന സമയം വരെയുള്ള ആ കാലഘട്ടത്തെയാണ് ഇവിടെ പൗലോസ് അന്ത്യകാലമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ യേശു രണ്ടാമതും എത്രയും പെട്ടെന്ന് വരുമെന്നുള്ള വളരെ വ്യക്തമായ സൂചനകളാണ് വളരെ ലളിതമായി നമ്മൾ വായിച്ച വേദഭാഗങ്ങളിൽ കിടക്കുന്നത്. എന്താണ് ആ ലക്ഷണങ്ങൾ, ആ തെളിവുകൾ? അതിന് നിങ്ങൾ നക്ഷത്രങ്ങളിലേക്ക് നോക്കണ്ട. സൂര്യനെ കുറിച്ചോ ചന്ദ്രനെ കുറിച്ചോ ചരിത്രത്തെ കുറിച്ചോ രാഷ്ട്രങ്ങളെ കുറിച്ചോ ഇതൊന്നും നിങ്ങൾ വായിക്കണമെന്നോ പഠിക്കണമെന്നോ ഇല്ല. ശാസ്ത്രീയ അറിവ് അതിന് വേണമെന്നില്ല. ഭാഷകളുടെ പരിജ്ഞാനം അതിന് വേണമെന്നില്ല. ആർക്കും മനസ്സിലാകത്തക്ക വിധത്തിലുള്ള അന്ത്യകാല ലക്ഷണങ്ങളിൽ ചിലതാണ് മനുഷ്യന്റെ സ്വഭാവത്തിന് അന്ത്യകാലങ്ങളിൽ വരുന്ന ഗതിമാറ്റം. ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യർ മൃഗതുല്യമായി എന്നൊക്കെ പറയാറുണ്ട്. ദൈവവചനവും പറയുന്നുണ്ട്, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. അങ്ങനെയാണെങ്കിൽ ഇരുകാലി മൃഗമെന്ന് അങ്ങനെയുള്ളവരെ വിളിക്കാം. എന്നാൽ ഇപ്പോൾ ഈ അന്ത്യകാലം വന്നപ്പോൾ മൃഗമെന്നും പറയാൻ കഴിയില്ല. മൃഗത്തെക്കാൾ അധപ്പതിക്കുന്ന മനുഷ്യൻ, മൃഗസ്വഭാവം എന്ന് പറയാൻ കഴിയുകയില്ല, പൈശാചിക സ്വഭാവമുള്ളവരായി മനുഷ്യർ മാറുന്നു. അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. ഒരു 25 വയസ്സെങ്കിലും കഴിഞ്ഞവർക്കറിയാം, ഒരു 25 വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു 30-40 വർഷം മുൻപ് എത്ര നല്ല മനുഷ്യരായിരുന്നു ഭൂമിയിലുണ്ടായിരുന്നത്. ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും എല്ലായിടത്തും ഒത്തിരി നല്ല മനുഷ്യരുണ്ടായിരുന്നു. വിശ്വസിക്കാൻ കൊള്ളാകുന്ന, അയൽവക്കത്ത് പാർപ്പിക്കാൻ കൊള്ളാകുന്ന, പാർക്കാൻ കൊള്ളാകുന്ന, ഒരു കാര്യം ഏൽപ്പിക്കാൻ കൊള്ളാകുന്ന, എവിടെയെങ്കിലും പോയാൽ നമ്മുടെ വീടും നമ്മുടെ മക്കളെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റിയ എന്തുമാത്രം മനുഷ്യർ. ശുശ്രൂഷകന്മാരായ ഞങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ ഏതൊക്കെ വീടുകളിലാണ് കൊണ്ട് പാർപ്പിക്കുന്നത്. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന എത്ര നല്ല അധ്യാപകർ ഈ ഭൂമിയിലുണ്ടായിരുന്നു, എത്ര നല്ല പുരോഹിതന്മാർ ഈ ഭൂമിയിലുണ്ടായിരുന്നു, പൂജാരിമാർ, തങ്ങളുമാർ എന്നു വേണ്ട ഏത് തുറകളിലും ഒത്തിരി നല്ല മനുഷ്യർ. അഴുക്ക് എന്നുള്ളത് വളരെ ചുരുക്കമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, അന്ത്യകാലം വരുമ്പോൾ ഈ മനുഷ്യന്റെ സ്വഭാവം മാറും. അതൊരു ദുർഘട സമയമായി മാറും. ഇവിടെ ഈ ദുർഘട സമയം എന്ന് പറയുന്ന ആ പദം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ എഴുത്ത് ഭാഷയിൽ, അല്ലെങ്കിൽ മറ്റ് അല്പം കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ, പല ഭാഷകൾ നിങ്ങൾക്ക് തിരുവെഴുത്തുകൾ വായിക്കാനും പഠിക്കാനൊക്കെ കിട്ടുന്ന പദങ്ങൾ പോലും എത്ര വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. എഴുത്തു ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം
ഒരു വന്യമൃഗത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ഒരു സിംഹം. ശിംശോൻ തിബ്നയിലെ മുന്തിരിത്തോടിനരികെ പോയതുപോലെ വേണ്ട, നമ്മുടെ നാട്ടിൽ സിംഹമില്ലല്ലോ. തിരുവനന്തപുരത്ത് കുറവാണ്. ഞാൻ വയനാട്ടിൽ അങ്ങോട്ട് വന്ന് ഇഷ്ടം പോലെ ആനയുണ്ട്, കാട്ടാന. മിക്കവാറും ആഴ്ചയിൽ ഒന്നെങ്കിലും പത്രത്തിൽ വരും, ആരെങ്കിലും ചവിട്ടി കൊന്നു. നിങ്ങൾ ടൂർ വരികയാണ്. സുനിൽ പാസും സഭയും വയനാട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾ കാട് കാണാൻ കൊണ്ടുപോയി. കാടെന്ന് പറഞ്ഞാൽ മരങ്ങൾ കാണാനല്ല, ആനയെ കാണാം, കാട്ടുപോത്തിനെ കാണാം, കടുവയെ കാണാം, പുലിയെ കാണാം, പന്നിയെ കാണാം. അപ്പോൾ നിങ്ങൾ കാടുമായിട്ട് വലിയ പരിചയമുള്ളവരല്ല എന്ന് ചിന്തിക്കുക. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു. നല്ല നല്ല മാൻകൂട്ടങ്ങളെ കണ്ടു, മയിലിനെ കണ്ടു, അങ്ങനെ കാട്ടുപോത്തിനെ കണ്ടു. വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് ആഹാരമൊക്കെ കഴിക്കാൻ കൊണ്ടുപോയി. വട്ടത്തിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നമ്മളങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാട്ടുകൊമ്പൻ, ഒരൊറ്റയാനെന്നൊക്കെ പറയുന്ന കാട്ടാനയില്ലേ, പാഞ്ഞൊരു വരവ്. എന്തു ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ആന തന്നെ ചെയ്തോളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നോർത്ത് ആരും ആകുലപ്പെടണ്ട. അപ്പൊ അങ്ങനെ നമ്മൾ അടുത്തു വന്ന് സുനിൽ പാസ ശുശ്രൂഷ തീരാഞ്ഞ കാരണം എങ്ങനെയോ രക്ഷപ്പെട്ടു. അപ്പൊ ആ രക്ഷപ്പെട്ടതിനും ആന വന്നതിനും ഇടയ്ക്കൊരു സമയമുണ്ട്. ആ സമയത്തെ ആ ദുർഘട സമയമെന്ന് പറയുന്നത്, അതൊരു വല്ലാത്ത സമയം. എൻ്റെ കർത്താവിൻ്റെ ദാസനെ, അത് ഓർത്താ സുൽപാസ് നെഞ്ചിടിക്കും. രാത്രി സ്വപ്നം കാണും. പിടികിട്ടിയോ? അപ്പൊ അന്ത്യകാലത്ത് എങ്ങനെയുള്ള സമയത്തൂടെയാ ജീവിക്കേണ്ടത്? ഇത് അറിഞ്ഞു വേണം ദൈവജനം ഈ ഭൂമിയിൽ ജീവിക്കാൻ. കെയർലെസ്സായി ജീവിക്കരുതേ, തോന്നിയ പോലെ ജീവിക്കരുത്. ദുർഘട സമയമാണ്. ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരന്തരീക്ഷമാണ്. ഈ ലോകത്തിന്റെ അധിപതിയായ പിശാച്, ഈ ലോകത്തിന്റെ ദൈവമായ സാത്താൻ ഈ ഭൂമിയിൽ വരുത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പരിക്ക് പറ്റാതെ വേലത ചക്കര നടത്തണമെങ്കിൽ ഉഴപ്പി അടിച്ച് പെന്തിക്കോസ ഞാൻ സ്നാനം മുങ്ങിയതാ, എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. ആരാധിക്കുകയില്ല, ആരാധനയ്ക്കും വരികയില്ല, പ്രാർത്ഥനയ്ക്കും വരികയില്ല, വഴക്കും ഉണ്ടാക്കി എല്ലാത്തിലും കൊണ്ട് തലയിട്ട് ചുമ്മാ ജീവിക്കുന്ന ദൈവജനത്തിനു പോലും അപമാനമായി യാതൊരു സാക്ഷ്യവും മാതൃകയും ഇല്ലാതെ ജീവിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം. തിമോത്തിയോസേ, നീ അറിയണം, അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ദുർഘട സമയമാണ്. അതൊരു പ്രവചനവാക്യമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുൻപ് വരും എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ നാളുകൾ വന്നു കഴിഞ്ഞു. 2 ആഴ്ച മുമ്പ് ഇന്നെനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ വരേണ്ടത് കാരണം ഞാൻ അവിടുത്തെ സഭായോഗം അല്പം തിടുക്കത്തില്ല എൻ്റെ ചർച്ചിൽ നിർത്തിയത്. അതുകൊണ്ട് അവിടെ അനുഭവമൊന്നും പറഞ്ഞില്ല. 2 ആഴ്ച മുമ്പ് തിങ്കളാഴ്ച ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിലേക്ക് ഞാനും എൻ്റെ ഭാര്യയും മോളുടെ 3 കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ യാത്ര പോവുകയാണ്. 580 കിലോമീറ്ററുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം ഉള്ളതുകൊണ്ടും നല്ല റോഡായതുകൊണ്ടും മോൻ്റെ വണ്ടിയായിരുന്നു, അത് ഇച്ചിരി നല്ല വണ്ടി ആയതുകൊണ്ടും ഇച്ചിരി നന്നായിട്ടങ്ങ് പോവുക. ആ പോകുന്ന വഴിക്ക് അങ്കമാലിയിൽ ഇങ്ങനെ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് മുമ്പിൽ സ്കൂട്ടർ പോകുന്നുണ്ട്. കപ്പിൾസായി അടുത്തിടയിലോട്ട് കല്യാണം കഴിഞ്ഞ പിള്ളേരാ. ഒരു മിനി ലോറി അങ്ങനെ പോയി. എവിടെയോ ഈ വണ്ടിക്ക് കയറി ലോറി കൊളുത്തി എടുത്തടിച്ച. ഞാൻ ഗ്ലാസ്സിലൂടെ പുറകിൽ വരുന്ന വണ്ടി നോക്കുന്ന ആ സെക്കൻഡ് രണ്ട് സൈഡ് വാഹനം, നല്ല തിരക്ക്, എങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഭാര്യ ലില്ലി ഒറ്റ വിളി, എന്നാന്ന് പിടികിട്ടിയില്ല. ഞാൻ നോക്കും, എന്താന്ന് പോലും അറിയില്ല. ഒറ്റ ചവിട്ട്. ഈ പിള്ളേർ രണ്ടും കൂടെ നമ്മുടെ വണ്ടിയുടെ മുമ്പിലേക്ക് അങ്ങ് വീണു. എൻ്റെ വണ്ടിയുടെ ബാക്ക് ടയർ രണ്ടും കത്തി ചെന്ന് ടക്കെന്നുറച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തല പൊട്ടിയ ശബ്ദമാണെന്നാ. തീർന്നു.
എൻ്റെ നെഞ്ചൊക്കെ ഇടിച്ച് AC കാറിനകത്ത് വിയർത്ത് ആൾക്കാർ ഭയങ്കര വിളി, അനക്കരുതേ, വണ്ടി എടുക്കരുതേ, എല്ലാം തീർന്നെന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ മഹാകൃപയാൽ അവൻ്റെ ഹെൽമെറ്റിട്ട് വണ്ടിയൊന്ന് ഇടിച്ച ആ ശബ്ദമാണ് കേട്ടെ, ബമ്പർ അവിടെ നിന്നു. ഞാൻ കണ്ട സമയത്തിനും എൻ്റെ വണ്ടി എടുത്തതിനും ഇടയിൽ ചില മിനിറ്റുകളുണ്ട്. അതാണ് ദുർഘട സമയമെന്ന് പറഞ്ഞ. എത്ര സമയങ്ങൾ എൻ്റെ കാലുവിറ, പിന്നെ എൻ്റെ വിറ. നമ്മുടെ അടുത്ത് പ്രശ്നമില്ല, നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ട്, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു. സാറേ വണ്ടി എടുക്കല്ലേ, ഓടി വന്നവർ. പക്ഷെ എന്നാലും നമ്മുടെ വണ്ടി കയറി ഒരു ജീവൻ പോയാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം ഈ ദുർഘട സമയമെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2 ആഴ്ച മുമ്പുള്ള ഒരു അനുഭവം ഒന്ന് പങ്കുവെച്ചെന്ന് മാത്രം. ഒന്നല്ലെങ്കിൽ ഒരു വിധത്തിൽ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോയവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇടിമന്നൽ വരുന്നതോ, വണ്ടി അടിക്കുന്നതോ, പാമ്പ് കടിക്കുന്നതോ, കാട്ടുമൃഗത്തിന് മുമ്പിൽ പെടുന്നതോ ഒക്കെ ഒരു ദുർഘട സമയമാണെങ്കിലും അതൊന്നും നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്ന വിഷയമല്ല. ചൊവ്വേ നേരെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വണ്ടി ഇടിച്ചു പോയാലും അക്കരെ നാട്ടിൽ ചെല്ലും. സഭയെ കർത്തൃമേശ വരുമ്പം പേപ്പട്ടി ഓടുന്ന പോലെ ഓടുന്ന പെന്തിക്കോസുകാരൻ്റെ കാര്യമല്ല. വിശുദ്ധിയിലും നിർമ്മലതയിലും ഇതൊക്കെ കഴിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് മയിൽക്കുറ്റി പോലെ പള്ളി വന്നിരുന്ന് ഉറങ്ങുന്നതിൻ്റെ കാര്യവുമല്ല. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയും ഭർത്താവിനെ തല്ലുന്ന പെണ്ണുങ്ങൾ പോലും ഉണ്ട്. ഇങ്ങനത്തെ പെന്തിക്കോസുകാരുടെ കാര്യമല്ല. ഹല്ലേലൂയ. ഭാര്യയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന പാർട്ടികളുമുണ്ട്. ഈ വക വർഗത്തിൻ്റെ കാര്യമല്ല. വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവവൈതലേ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അക്കരെ നാട്ടിൽ നിനക്ക് പോകാം. എന്നാൽ അന്ത്യകാലത്ത് വരുന്ന ദുർഘട സമയങ്ങൾ എന്ന് പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. അതിൽ നീ പെട്ടുപോയാൽ നിന്റെ നിത്യജീവനെയാണത് ബാധിക്കുന്നത്. അതുകൊണ്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിഞ്ഞു ജീവിക്കണം. ഹല്ലേലൂയ. എന്താണ് ഇവിടെ പറയുന്ന ആ ദുർഘട സമയം? സിംഹമോ പുലിയോ കടുവയോ ആനയോ നാട്ടിലിറങ്ങുന്ന കാര്യമല്ല. ഓളങ്ങളുടെയും തിരമാലയുടെയും ശബ്ദം അല്ലെങ്കിൽ സുനാമി വരുന്ന കാര്യമല്ല. ക്ഷാമം, ഭൂകമ്പം അതൊക്കെ വരും. പക്ഷെ അതിനേക്കാൾ അപകടം മനുഷ്യർ സ്വസ്നേഹികളാകും. അന്ത്യകാലത്തിന്റെ ലക്ഷണം മനുഷ്യരാരാകും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മൾ ആരാ? സ്വസ്നേഹികളാണോ? ഒരു വലിയ കണ്ണാടി മുമ്പിൽ വെക്കാൻ പോവുക, അതിനകത്തൂടെ നോക്കി അങ്ങനത്തെ പുള്ളികളാണെങ്കിൽ പോക്ക. മാനസാന്തരപ്പെട്ടോണം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. പ്രാർത്ഥനക്കാരിയ എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന, ജീവിതം കൊണ്ട് നയിക്കുന്ന പാർട്ടികളല്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച ഈ ദിനങ്ങളിൽ ദൈവശക്തി ഏറ്റെടുത്ത് നശിച്ചു പോകുന്ന ആത്മാക്കളെ വലിച്ചെടുക്കുന്ന അന്ത്യകാലത്ത് കാഹളം കേൾക്കുന്നതിന് മുൻപിൽ മൃത്യു മേയ്ക്കുന്ന ചില പാതാളത്തിന്റെ ആടുകളെ നിത്യ നരകത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തെ കൂടെ നിത്യജീവങ്ങളിലേക്ക് കരം പിടിച്ച് കയറ്റുവാനുള്ളൊരു ദൗത്യം ഏറ്റെടുത്തു മടങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മനുഷ്യർ, എൻ്റെ ദൈവമേ, ഞാൻ നേരത്തെ പറഞ്ഞു എത്ര നല്ല മനുഷ്യർ. ഞങ്ങൾ 10 മക്കളായിരുന്നു. 10 മക്കൾ. ഇന്നത്തെ പോലെ നൂഡിൽസും ഇഡ്ഡലിയും സാമ്പാറും ഇടിയപ്പവും വീശപ്പവും പിന്നെ എന്നാ ഇടിയപ്പവും എല്ലാ പുട്ടും ഇതെല്ലാം കൂടെ വെച്ച് വിളമ്പുന്ന വീടൊന്നും അല്ല. അല്ല മരച്ചീനി എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാൻ കിട്ടിയല്ല അല്ലേ? ഇന്നിപ്പം കോഴിയിറച്ചി നമ്മൾ വീട്ടിൽ നിന്ന് കോഴി മേടിച്ച പിള്ളേർ വഴക്കാം, ഇന്നും കോഴിയാണോ എന്ന് ചോദിച്ചു. മടുത്ത്. അന്ന് ചില കോഴിയുടെ ചാറ് കൂട്ടണമെങ്കിൽ നാട്ടിൽ വല്ല കല്യാണം വരണം. നല്ല കഷ്ണമൊക്കെ വിരുന്നുകാർക്കാ, നമുക്ക് ജ്യൂസ് കിട്ടും, എന്നാലും സന്തോഷമാണ്. അങ്ങനെയുള്ള കാലഘട്ടം.
ഇന്ന് 1 കിലോ ഉള്ള മീൻ വറുത്തിട്ടാണ് ഒരുത്തിന് കൊടുക്കുന്നത്. അന്ന് 100 ഗ്രാമുള്ളൊരു മീൻ വറുക്കുക 15 എണ്ണത്തിന് വേണ്ടി. 10 മക്കൾ, അപ്പൻ, അമ്മ, കെട്ടിക്കൊണ്ട് വന്നത്, കൊച്ചുമക്കൾ എല്ലാം കാണും. യേശു ക്രിസ്തുവിനെ കഴിഞ്ഞും കൃപയായിരുന്നു ഞങ്ങളുടെ അമ്മച്ചിക്ക് മീൻ നുറുക്കുന്ന കാര്യത്തിൽ. കർത്താവ് പോലും അങ്ങനെ നുറുക്കി കാണിയല്ല. അങ്ങനെ നുറുക്കി സെൽഫ് സർവീസാ, ബൊഫേ സിസ്റ്റമാ. കാരണം ഇത്ര എണ്ണത്തിന് വിളമ്പാൻ കർത്താവ് ഇരുത്തിയ പോലെ പന്തിയായി ഇരുത്തണ്ടേ. അപ്പോൾ അതൊന്നും പറ്റുമല്ലോ. അപ്പോൾ എടുത്തോണം. അപ്പോൾ ആദ്യം മൂത്തയാളാതിരിക്കട്ടെ, ആദ്യം മൂത്തയാൾ എടുക്കാൻ വരും. പുള്ളി തലയുടെ ഭാഗം എടുക്കും. കാരണം നല്ല കഷ്ണം അടുത്ത ആൾ എടുത്തോട്ടെന്നാ. അടുത്ത ആൾ വാല്, മുള്ള്. ഏറ്റവും അവസാനം നിൽക്കുന്നവനാ ഭാഗ്യവാൻ. അവൻ ഏറ്റവും നല്ലത് കിട്ടും. ഇന്നാണെങ്കിലോ ഇന്ന് 10 ആകെ 2 എണ്ണം. മധുരാണ്ണം കാപോലത്തെ 2 എണ്ണം. 1 കിലോ കൊഴിയാള മേടിച്ച് വറുത്ത് വെച്ചിട്ട് അപ്പനും അമ്മയും കടയിൽ പോയി. തിരിച്ചു വന്നപ്പോൾ ചട്ടി പോലും കാണാനില്ല. ആപ്പാനുണ്ടെന്നോ അമ്മയുണ്ടെന്നോ വേറെ ഒരെണ്ണം ഉണ്ടെന്നോ എല്ലാം വാരി വലിച്ചു തിന്ന്. സ്വസ്നേഹം മനസ്സിലാകുന്നുണ്ടോ? ഒന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ. അയ്യോ, ഞങ്ങളുടെ കുടുംബത്തിന് 10 മക്കൾക്കും കൂടെ ഒരു പുതപ്പാ. വയനാട്ടിലെ തണുപ്പാ. അത് കീറിയതൊക്കെയാ. ആരോഗ്യമുള്ളവൻ പുതയ്ക്കും, ആരോഗ്യമുള്ളവന് കിട്ടും. ഉറങ്ങുമ്പോൾ അതിങ്ങോട്ട് വലിക്കും, അങ്ങോട്ട് വലിക്കും. ഓ എൻ്റെ പൊന്നെ. പിന്നെ എല്ലാം കൂടെ കട്ട പിടിച്ച് കിടക്കുക. നേരം വെളുക്കുമ്പോൾ അല്ലേ, ചില പന്നിക്കുഞ്ഞുങ്ങളെ കാണാമല്ലോ, ഒന്നിനു മുകളിൽ ഒന്നായിട്ട്. ആ കെട്ടിപ്പിടിച്ച് ആ ചൂടൊക്കെ തട്ടി. എൻ്റെ ദൈവമേ, അങ്ങനെയൊക്കെ ഉള്ള കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തിനെ കെട്ടിച്ചു വിടുമ്പോഴേ എന്തൊരു കരച്ചില. 9 എണ്ണം കൂടെ ശവപ്പെട്ടി വീട്ടിൽ നിന്ന് എടുക്കുന്ന പോലെയാ. കാര്യം കല്യാണം കഴിച്ച് വിടുന്നത്. എന്നാലും എന്തൊരു സങ്കടമാണോ. അങ്ങനെ സ്നേഹമുള്ളൊരു കാലം ഉണ്ടായിരുന്നു മനുഷ്യന്. ഹല്ലേലൂയ. ഇന്ന് റേഷൻ മേടിക്കാൻ വകയില്ലെങ്കിലും 5 മുറിയാ. കാരണം ഒന്നിനെ ഒരു മുറി കിടത്താൻ കൊള്ളിയാൽ ഒന്നുകളെ നേരം വിളിക്കുമ്പോഴത്തേക്ക്. ഒയ്യോ, ഞങ്ങൾക്ക് പഞ്ചായത്തിന് ഒരു കക്കൂസ് പോലും ഇല്ല. പണ്ടത്തെ യൂറോപ്പിലൊക്കെ നമുക്കറിയാലോ. എല്ലാം അതിനകത്ത് ക്യൂ ആയി നിന്ന് പോകുന്ന കാലത്ത്. ഇന്ന് ഓരോ മുറിയിൽ ഓരോ ടോയ്ലറ്റ്, ഓരോ സോപ്പ്, ഓരോ തോർത്ത്. അതിനകത്ത് ആങ്ങളയുടെ കുളിമുറിയിലെങ്ങാനും പെങ്ങള് കയറി അവന്റെ സോപ്പെടുത്ത കൊലപാതകം നടക്കും. മനുഷ്യന്റെ സ്വഭാവം മാറിയ മാറ്റം കണ്ടോ? സത്യമാണോ? എന്റെ മുറിയിൽ അവൻ കയറി. നമ്മൾ വിചാരിക്കും നാട്ടുകാർ കയറിയതാ, നല്ലെന്ന്. ആങ്ങളെ സോപ്പെടുക്കാൻ കയറിയതാ. അയ്യോ, നാട്ടുകാർ മുഴുവൻ കേട്ടായിരുന്നെങ്കിൽ. മനുഷ്യന്റെ സ്വഭാവം മാറിയ മാറ്റം കണ്ടോ? ഹല്ലേലൂയ. അന്ത്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹിയായി മാറും. തിരികെ ദൂരെയൊന്നും പോകണ്ട. വിളിച്ച വിളി കേൾക്കുന്ന വെഞ്ഞാറുമൂട് 23കാരൻ, സ്വന്തം കുഞ്ഞനിയൻ, സ്വന്തം അമ്മ, അല്ലേ, രക്തബന്ധങ്ങൾ എത്ര എണ്ണമാ. സ്വസ്നേഹം മനസ്സിലായോ? സ്വസ്നേഹം മനസ്സിലായോ? യേശുവിന്റെ വരവ് വാതുക്കലായെന്നുള്ളതിന് ഇതിലും വലിയ തെളിവൊന്നും വേണ്ട. പെന്തിക്കോസ്തുകാരാ, നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. യേശു വരാൻ കാലമായി. മനുഷ്യർ സ്വസ്നേഹികൾ. ഓ, 1/2 കിലോ ഒരു ചുറ്റിക കൊണ്ട് ദൈവമേ, ഒരു ദേഷ്യത്തിലും കോപത്തിലൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. വെറും 23കാരൻ. അപ്പാ, കാലം പോയ പോക്ക് കണ്ടോ? എല്ലാവരെയും വിട്ട് ആത്മാർത്ഥയോടെ സ്നേഹിക്കുമെന്ന് ചിന്തിച്ച് അവന്റെ പിന്നാലെ വന്ന പെൺകുട്ടിയെ പോലും ചുറ്റിയൊക്കെ അടിച്ച് തകർത്ത് കളഞ്ഞു. പ്രാർത്ഥിച്ചോണേ, ഈ വ്യാപാരം നിന്റെ വീട്ടിൽ കയറാതിരിപ്പാൻ.
ഈ സ്വഭാവം നിന്റെ കുടുംബത്തിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ സ്വസ്നേഹിയായി മാറാതെ കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുവാൻ യേശു പഠിപ്പിച്ച നിർമ്മലമായ ഉപദേശത്തെ അട്ടിമറിക്കുന്ന സാത്താന്യമായ ഈ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായി ഈ ഉപവാസ പ്രാർത്ഥന. ആഴമായ മാനസാന്തരം ദൈവസഭയ്ക്കുണ്ടാകട്ടെ. ഞാൻ എൻ്റെ ചർച്ചിലൊക്കെ കൂടെ പറയുന്നതാ. ഇന്നത്തെ പോലെ നമ്മൾ ചന്ദ്രനിൽ പോകുന്ന പോലെയൊന്നും അല്ല പള്ളിക്കൂടത്തിൽ പോകുന്നേ. ഇന്ന് ചന്ദ്രനിലേക്ക് പോകുന്ന കണ്ടാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വന്നില്ല, 5-8 മാസം കിടന്നിട്ട്. ആ ചേച്ചിയുടെ പേര് മറന്നുപോയല്ലോ, എന്തോ മക്കളെ? സുനിത വില്യംസ്. ആ വണ്ടി കയറി ഇങ്ങോട്ട് വരുന്ന പോലെ നമ്മുടെ പിള്ളേർ LKG പോകുന്നേ. പുറത്തൊരു ബാഗ്, ഒരു ഷൂവ്, ഷോക്സ്, ടൈ, കോട്ട് അല്ലേ, ആ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഇംഗ്ലീഷേ പറയൂ. ഞങ്ങളൊക്കെ പോയത് അങ്ങനെയൊന്നും അല്ല. മൂട് കീറിയ നിക്കറൊക്കെ ഇട്ട്, ബട്ടൺസ് ഒന്നുമില്ല, ചേട്ടൻ്റെയാ, ഇത് കൈമാറി വരികയല്ലേ. അല്ലാതെ എല്ലാവർക്കും ഓരോന്ന് മൂത്ത ഒന്നിനൊന്നും മേടിക്കാതെ അവസാനത്തവൻ വരെ ഇനിയും ജനിക്കല്ലേ എന്ന പ്രാർത്ഥന. എനിക്ക് അവനും കൂടി ഇടേണ്ടി വരും. 3-4 പള്ളിക്കൂടത്തിൽ ഒരു അലുമിനിയത്തിൻ്റെ ചോറ്റും പാത്രമുണ്ട്, അതിനകത്ത് കഞ്ഞി കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നീണ്ടിരിക്കും, പാലും പാത്രം പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ. 4-5 എണ്ണത്തിന് ചോറല്ല, നൂഡിൽസ് അല്ല, മുട്ടോളോ അല്ല, അരയോളോ അല്ല, നീന്തിയാലേ വറ്റ് കിട്ടൂ. ആ പരുവത്തില. മനസ്സിലായി? കേട്ടോടാ മക്കളെ. പിള്ളേരുടെ ഉഴപ്പ് കളഞ്ഞ് ദൈവത്തെ വിളിച്ചോളും. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ ബെല്ലടിക്കുമ്പം എല്ലാം കൂടെ ഒരു പാറപ്പുറത്ത് പോകും, വട്ടത്തിരിക്കുക. 1-ാം ക്ലാസ്സുകാരി ആദ്യം കൈമുട്ടോളം ഇടുമ്പോൾ കുറ്റു പുള്ളി വാരി കഴിക്കും. പുറകെ 2-ാം ക്ലാസ്സുകാരൻ, 3-ാം ക്ലാസ്സുകാരൻ, 4-ാം ക്ലാസ്സുകാരൻ നമ്മളാ. 4 പേര് ചേട്ടനെ ഒന്നിച്ച് പള്ളിക്കൂടത്തിൽ പഠിക്കുകയല്ലേ. അങ്ങനെ കൈയിട്ട് വാരി ഒരു പാത്രത്തിൽ നിന്നിട്ട് അല്ലേ, അവസാനം ഒരു കഞ്ഞിക്കുടി പകുതിയാകുമ്പോഴത്തേക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ നിറത്തിനൊരു മാറ്റം, ഒരു ചെറിയ റെഡ്. കാരണം ടാപ്പൊന്നുമില്ല, കൊടക്കമ്പിയിലെ വെള്ളത്തിലാണ് കൈ കഴുകുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവമല്ലേ, 4 കാലേ നടക്കുന്ന പാർട്ടികളുവാ. എന്നിട്ട് എല്ലാവരും കൂടെ ആ കഞ്ഞിവെള്ളമൊക്കെ ഒന്നിച്ച് കുടിച്ച് എന്തോ ഒരു സന്തോഷം, കൂട്ടായ്മ. ഇന്നോ ദൈവമേ, സദ്യ വിളമ്പി അവസാനം പൂവമ്പഴവും കൊണ്ടുവച്ചു. ആ പഴത്തെ സഹോദരൻ തൊട്ടാൽ മതി, പിന്നെ ആ ചോറടക്കം തിന്നിയല അവള് തിന്നിയല. വല്ലതും പിടികിട്ടുന്നുണ്ടോ മക്കളെ? എന്റെ പഴം അവരെടുത്തു. മനുഷ്യന്റെ സ്വസ്നേഹം കണ്ടോ? എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി രാത്രിയല്ലേ, ഉറങ്ങാൻ സമയമായില്ല, ആരും ഉറങ്ങല്ലേ, വീട്ടിൽ ചെന്ന് ഉറങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങും, ഞങ്ങൾ യോഗ വീട്ടിൽ പോകുമ്പോൾ രാത്രി പേടിച്ച് കിടന്ന് കാറും ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നിട്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഉറങ്ങരുത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഈ പുള്ളികളെ ഇനി സുനിൽ പാസൊക്കെ ഞാൻ അവാർഡ് തന്നിരിക്കുന്നു. ഇവിടുത്തെ ആണെങ്കിൽ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യർ സ്വസ്നേഹികളായെന്ന്. മക്കൾക്ക് വേണ്ടി വയറ് മുറുക്കി കൊടുക്കുന്ന എത്ര അമ്മമാർ. മക്കൾക്കെല്ലാം വിളമ്പി വരുമ്പോൾ ഒന്നും കാണില്ല. മക്കളെയെല്ലാം വയറ് നിറച്ചുറക്കി പട്ടിണിയോടെ കിടന്ന് എത്ര അപ്പന്മാർ. ഇതിന്റെ നടുവിലും കാണും തല നിറച്ച ചിലരെങ്കിലും. ഇതായിരുന്നു ഒരു കാലഘട്ടത്തിലെ മനുഷ്യർ. ഇന്നോ പറയാൻ പോലും കൊള്ളില്ല. +2 കാരനാൽ സ്വന്തം അമ്മ ഗർഭവതിയാകുന്ന കാലം. മനുഷ്യന്റെ സ്വസ്നേഹം പോയ പോക്ക് കണ്ടോ? സ്വന്തം പെങ്ങളെയും ആങ്ങളെയും ഒരു വീട്ടിലാക്കി അപ്പനും അമ്മയ്ക്കും പുറത്തു പോകാൻ കഴിയാത്തൊരു കാലം. സ്വന്തം അപ്പന്റെ അടുക്കൽ പെൺമക്കളെയാക്കി അമ്മയ്ക്ക് പുറത്തു പോകാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യനെ പിശാചാക്കി മാറ്റിയ പൈശാചിക സ്വഭാവം ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇതിലപ്പുറം നമുക്കിനി എന്ത് ലക്ഷണമാ വേണ്ടിയത്? യേശു വരാൻ കാലമായി. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവിന്റെ വരവിന് വേണ്ടി ചിലരെ ഒരുക്കുന്ന പ്രാർത്ഥനയായി മാറട്ടെ.
ഏതെങ്കിലും വീടുകളിൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ യേശു വരാൻ കാലമായി. ഈ സ്വസ്നേഹം നിന്റെ കുടുംബാന്തരീക്ഷത്തെ തകർക്കുന്നില്ലേ? ഈ സ്വസ്നേഹം നിന്റെ സ്വസ്ഥത കെടുത്തിക്കളയുന്നില്ലേ? ഞാൻ ചിന്തിക്കാം, ഞങ്ങളുടെയൊക്കെ കാലത്ത് നമ്മളൊക്കെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ് സുൽപാസേ? ഒരു ബ്രോക്കർ വരും, അപ്പനും അമ്മയും കെട്ടുന്നില്ലേടാ, നമുക്ക് അങ്ങോട്ട് കെട്ടെന്ന് പറയാൻ പറ്റിയല്ല, അങ്ങനത്തെ കാലവാ. കെട്ടുന്നില്ല, കേട്ടോ, പെണ്ണ് കാണാൻ പോവും. പെണ്ണ് കണ്ടപ്പെട്ട് തിരിച്ചു വരണം. അവിടെ എങ്ങനെ നിന്ന് പിന്നെ കേക്കും തിന്ന് മുറിക്കകത്ത് കയറി സ്വകാര്യം പറഞ്ഞ് ഫോൺ നമ്പർ മേടിക്കാൻ നേരമില്ല, മുട്ടുകാൽ തല്ലി പിടിക്കും. പെണ്ണെ കണ്ടു, തിരിച്ചു വന്നു, ഇഷ്ടപ്പെട്ടു, നല്ല വെണ്ണ ഇഷ്ടപ്പെട്ടു, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ കെട്ടാൻ പറ്റിയല്ല. ഇഷ്ടപ്പെട്ടത് കെട്ടാൻ പറ്റിയല്ല. അപ്പൻ്റെ അനിയൻ, അപ്പൻ്റെ ചേട്ടൻ, അമ്മയുടെ ആങ്ങള, അമ്മയുടെ മൂത്തത്, ചെളുത്, അളിയന്മാർ എല്ലാം കൂടി ഒരു പോക്കുണ്ട്. ഇത്ര എണ്ണത്തിന് ഇഷ്ടപ്പെട്ടാലേ കെട്ടാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്വപ്നം കണ്ടോണ്ട് കിടന്നതാ, അവര് പോയിട്ട് വന്നപ്പം ഒത്തില്ല, കെട്ടാൻ പറ്റിയല്ല. അത് തന്നെ. ഇന്നോ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോങ്ങമ്മൂടെ കറങ്ങുക. അപ്പനിഷ്ടപ്പെട്ടില്ലേലും അമ്മയ്ക്കിഷ്ടപ്പെട്ടില്ലേലും ചേടുത്തിയെ കെട്ടിക്കാനുണ്ടെങ്കിലും ആർക്കുണ്ടെങ്കിലും സഭ പൊളിഞ്ഞാലും ഭാഷ കിട്ടപ്പെട്ടില്ലേലും എനിക്കിഷ്ടപ്പെട്ട, സമ്മതിച്ചില്ലെങ്കിൽ ഒന്ന് നിന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ചാവും. ഇതിലപ്പുറം അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്താ വേണ്ടിയേ? രക്ഷിക്കപ്പെട്ടതാണെന്നോ അഭിഷേകം പ്രാപിക്കണമെന്നോ നിത്യത പോകണമെന്നോ വല്ലോ ഉണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിന് വേണ്ടി സ്വന്തം അമ്മയുടെ കഴുത്തറക്കാൻ മടിക്കാത്ത തലമുറയുള്ള ഈ കാലം, ഇത് ദുർഘട സമയമാണ്. തിമോത്തിയോസേ, ഈ കാലത്തെ കുറിച്ച് നീ അറിയണം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനം ഗൗരവമായി ഈ കാലഘട്ടത്തെ മനസ്സിലാക്കട്ടെ. ഓ ജീസസ്. ദൈവവചന പ്രകാരം തെറ്റാണ്, എല്ലാ വിധത്തിലും തെറ്റാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. എങ്കിലും സ്വന്തം ഭർത്താവ് മരിച്ചാൽ ആ ശവം ചിതയിൽ വെച്ചാൽ പുറകെ ആ ചിതയിലേക്ക് ചാടി ഭർത്താവിന്റെ കൂടെ പോകാൻ മനസ്സുള്ള ഭാര്യമാരുള്ള ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തില്ലായിരുന്നു. ഞാനതിൻ്റെ എൻ്റെ ചിന്തയോട് ചേർന്ന് പോസിറ്റീവായ ചിന്ത മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ഹല്ലേലൂയ. ഇന്ന് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ AC ബ്ലാങ്കറ്റിനകത്ത് തിരിഞ്ഞു കിടന്ന് കാമുകന് SMS അയച്ച് ഇവനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യയുള്ള കാലഘട്ടം. മനുഷ്യർ സ്വസ്നേഹികളാകും. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, സ്വന്തം ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്ന ഭർത്താവ്, അവന്റെ ഇഷ്ടം മാത്രം. ഇന്ന് രാത്രി വചനം ദേശത്ത് ചലിക്കട്ടെ. അശുദ്ധിയുടെ വ്യാപാരങ്ങൾ കുടുംബത്തെ വിട്ടുപോകട്ടെ. അവിഹിത ബന്ധങ്ങൾ ഉടയട്ടെ. അസാൻ മാർഗീയതയുടെ ചുവട്ടിൽ കോടാലി വെക്കുന്ന രാത്രിയായി മാറട്ടെ. മനുഷ്യന്റെ സ്വസ്നേഹം മനുഷ്യ ജീവിതത്തെ മുഴുവൻ തകിടം മറിച്ച് സകല ദൈവ പ്രമാണങ്ങളെയും ഇല്ലായ്മ ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ആരെയും കുരുതി കൊടുക്കാൻ മടിക്കാത്തതുപോലൊരു കാലം ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ? ഇത് അന്ത്യകാലത്തിന് ലക്ഷണമാണ്. മാനസാന്തരപ്പെടുക. ഗ്ലോറി ജീസസ്. ഒരിക്കൽ ഞാൻ 7-ാം ക്ലാസ്സിലോട്ട് പഠിക്കുന്നു, 8-ലാണോ സംശയമുണ്ട്, പഠിക്കുമ്പോൾ അന്ന് ഇതുപോലെ സ്കൂട്ടർ വെക്കാൻ ഷെഡൊന്നും പറഞ്ഞു കൊടുത്തിട്ട് അതൊന്നുമില്ല. സൈക്കിള് പോലും നാട്ടിലില്ല. സൈക്കിളെ വരുന്നവൻ ഹീറോയാ. ഒരുത്തർ സൈക്കിളെ വന്നാൽ നമ്മൾ അവനെ കാണാൻ ചെല്ലും. ഓ എന്തുവാ, നമ്മളൊക്കെ നടന്ന് കുഴ തെറ്റി ചെല്ലുക, ചെരുപ്പ് പോലും ഇല്ലാതെ. അപ്പോൾ ഈ സൈക്കിൾ ഷോപ്പുണ്ട്, വാടകയ്ക്ക് കൊടുക്കുന്നത് 5-6 സൈക്കിള്. ഈ സൈക്കിൾ ഷോപ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് പൈസയും തരികയില്ല, എവിടെ നിന്നെങ്കിലും 50 പൈസയൊക്കെ മോട്ടിച്ച് പഠിക്കാനുള്ള കൊതി കൊണ്ട് ഈ കയറും പിള്ളേർ. അങ്ങനെ ഒരുത്തൻ ഇവൻ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് മണിക്കൂറിനാണ് വാടക, 1 മണിക്കൂറിന് ഇത്ര. ഇവൻ ഈ സൈക്കിളെ കയറിച്ചിട്ട് പഠിച്ച സുഖത്തിൽ ഇവൻ പൈസയുടെ കാര്യം മറന്നുപോയി. കുറേ ഓടിച്ചു,
തിരിച്ചു വന്നപ്പോൾ 2.5 രൂപ എങ്ങാണ്ട് കൊടുക്കണോ, ആകെപ്പാടെ 50 പൈസ ഉണ്ട്, ടയറും പഞ്ചറായി. സൈക്കിൾ ഷോപ്പുകാരൻ ഇവിടെ പൈസ കൊടുത്തു. അപ്പോൾ എന്താ, ചെറിയൊരു അടി കൊടുത്തു. ഇങ്ങനെ വലിയ ക്രൂരമായിട്ടൊന്നുമല്ല. ഇവൻ കരഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് കയറി വരിക. കൂട്ടുകാരൊക്കെ ചോദിച്ചു, അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ എല്ലാവരും വിളിച്ചു. സൈക്കിൾ ഷോപ്പുകാരൻ തള്ളി. സ്കൂൾ മൊത്തം ഇളകി. ഒരു സ്കൂളിൽ പഠിക്കും പിള്ളേർ മുഴുവൻ ഇളകി. സമരം. നമുക്ക് ഒരു അവസരം കിട്ടാനിരിക്കുക. ക്ലാസ് ഉച്ച കഴിഞ്ഞ് കണക്കിൻ്റെ ടീച്ചർ, പിള്ള സാറ് ചൂരപടിയും കൊണ്ട് വരും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സമരത്തിന് കാരണം കണ്ടിരിക്കുമ്പോഴാണ് സൈക്കിൾ ഷോപ്പുകാരൻ ഇവനെ തല്ലി. അമ്പട പിള്ളേരല്ലോ, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് ഈ സൈക്കിൾ ഷോപ്പുകാരനെ വിളിച്ചിറക്കി. തല്ലിയൊന്നുമില്ല. പിള്ളേരെ കുറേ ചെരുപ്പുകൾ, ഒരു മാലയുണ്ടാക്കി ഇവൻ്റെ കഴുത്തിലിട്ട്, പോങ്ങമ്മൂട് പോലത്തെ ഒരു ടൗണാണ് ഞങ്ങളുടെ പടിഞ്ഞാറത്തറ. ടൗണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഹെഡ് മാസ്റ്ററും പിള്ളേരെല്ലാം ഇരുത്തി പരസ്യമായി അടിച്ച കൊച്ചിൻ്റെ കാല് പിടിപ്പിച്ച് ഞങ്ങൾ ക്ഷമ പറയിപ്പിച്ചു. 1200 പിള്ളേർ പഠിക്കുന്നതിൽ ഒരു കൊച്ചൻ തോന്നിയ മാസം കാണിച്ച് അവൻ ഒരു ചെറിയ തട്ട് മേടിച്ചപ്പം ആ കൂട്ടുകാരുടെ സ്നേഹം കണ്ടോ. ഇന്ന് അതേ കൂട്ടുകാരൻ ഇവനെ കാലും കൈയും കെട്ടി പഠിച്ച് വലിച്ചു കെട്ടി നഗ്നനാക്കി അവൻ്റെ പുക്കിളിനകത്ത് കോമ്പസ് കുത്തിയിറക്കി വട്ടം വരയ്ക്കുന്ന സ്വസ്നേഹം കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ മക്കളെ നിങ്ങൾ കാണുന്നില്ലേ? സ്വന്തം കൂട്ടുകാരനെ തലക്കടിച്ച് കൊല്ലുന്ന വിദ്യാർത്ഥികൾ. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളാകുമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയ ഇതുപോലെ ഏതൊരു ഗ്രന്ഥം പ്രപഞ്ചത്തിലുണ്ട്? മനുഷ്യവർഗത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന, ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ മനുഷ്യന് കൊള്ളാകുന്ന ഒരു പുസ്തകം വേറെയില്ല. അതുകൊണ്ട് വഴിയോരങ്ങളിലും പാറയോരങ്ങളിലും ഹല്ലേലൂയ അടിയും ഇടിയും തുപ്പും അപമാനവും കേട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നത് 2000 കൊല്ലം മുമ്പ് പുതിയ നിയമത്തിൽ എഴുതി വെച്ചു. യേശുവിന്റെ വരവാകുമ്പോൾ മനുഷ്യർ സ്വസ്നേഹികളാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊക്കെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞല്ലേ, നമ്മൾ പോകുമ്പം കൂടെ പഠിക്കുന്ന 4 പിള്ളേരെ കണ്ട ധൈര്യമാണ്. എൻ്റെ സ്കൂളിലെ കുട്ടി, ഇന്നത്തെ യൂണിഫോം ഒന്നുമില്ല, ഏതെങ്കിലും ഒരു കളറാ എല്ലാത്തിനും. ഇന്നോ ദൈവമേ, അവിടെ പോലും കൊലപാതകങ്ങൾ. അന്ത്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹികളാകും. ആരുടെ കിഡ്നി പോകുമോ, ആരുടെ തലച്ചോറ് പോകുമോ, ആർക്ക് ഭ്രാന്ത് പിടിക്കുമോ, ഇതൊന്നും വിഷയമല്ല. 5 കിലോ കഞ്ചാവ് കടത്തിയാൽ 5000 രൂപ കീശേ വരുമെങ്കിൽ എത്ര വേണേലും കടത്താൻ, ആരെല്ലാം മുടിഞ്ഞാലും എനിക്ക് വിഷയമല്ല. എനിക്ക് പണമുണ്ടാക്കണം. മനുഷ്യന്റെ സ്വസ്നേഹം കണ്ടോ? ഒരു കാലത്തിങ്ങനെ ആയിരുന്നില്ല, ഒരു കാലത്തിങ്ങനെ ആയിരുന്നില്ല. പച്ചക്കറിക്ക് മരുന്നടിക്കുന്നത് പോലും ഭയത്തോടെയാ. ഇത് മറ്റുള്ളവർ തിന്നേണ്ടതല്ലേ, നഷ്ടം വന്നാലും ഡോസ് കുറച്ചടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നോ മനസ്സിലാക്കണം, ഇത് ദുർഘട സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു സിംഹത്തിന്റെ മുമ്പിൽ പെട്ടതുപോലെ, ഒരു കാടിളകി വരുന്ന കാട്ടാനയുടെ മുമ്പിൽ പെട്ടതുപോലെ, ഒരു പ്ലെയിൻ ദുരന്തത്തിൽ പെട്ടതുപോലെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. വളരെ സൂക്ഷ്മതയോടെ നീ ജീവിക്കണം, വളരെ പ്രാർത്ഥനയോടെ നീ ജീവിക്കണം, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം, ആത്മനിറവോടെ നീ ജീവിക്കണം. അല്ലാതെ നീ ഉഴപ്പിയടിച്ചു പോയ കുഞ്ഞെ, നിന്റെ ജീവിതം പോക്കാകട്ടോ. ഈ ദുർഘട സമയത്ത് നീ തകർന്നു പോകും. അത് വരാതിരിപ്പാൻ ഒരു മുന്നറിയിപ്പ് ഇന്ന് രാത്രി പന്തലിൽ ഇരിക്കുന്നവരോടും, ഈ ശബ്ദപരിധി വീടുകളിലും വീഥികളിലും ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരോടും ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പറയുവാനുള്ളത്, ഇതൊരു വല്ലാത്ത കാലമാണ്. ഇനി ഒരുപാട് കാലം ഈ മനുഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് പോകുകയില്ല. മനുഷ്യർ സ്വസ്നെ ഏതാണ്ട് 20 കൂട്ടം കാര്യമാ നമ്മൾ വായിച്ച വാക്യത്തിൽ കിടക്കുന്നത്. 21 ദിവസവും പ്രസംഗിക്കാൻ വകുപ്പുണ്ട് സുനിൽ പാസ്റ്റർ, പക്ഷെ നടത്തിപ്പ് അങ്ങനെയല്ല നമുക്ക്. അതുകൊണ്ട് എല്ലാം പറയാൻ കഴിയില്ല. മനുഷ്യരാരാകും? സ്വസ്നേഹികളാകും.
മനുഷ്യൻ ദ്രവ്യാഗ്രഹിയാകും. 1.5 പവൻ മാലയ്ക്ക് വേണ്ടി റിട്ടയറായ ടീച്ചറുടെയും സാറിന്റെയും കഴുത്തറുത്ത് വയോധികരുടെ പണ്ടൊക്കെ അധ്യാപകർ എന്ന് പറയും എന്ത് ബഹുമാനമാണ്. നമ്മളെ പഠിപ്പിച്ച സീനിയേഴ്സ്, ഏത് വലിയ പോലീസ് ഓഫീസറും അവരെ കണ്ടാൽ തൊപ്പി തലേതെടുക്കുന്ന ഒരു കാലഘട്ടം. ഒരു കണക്കിൽ ലോകത്തിൽ ഏറ്റവും നല്ല ജോലി അധ്യാപകന്റെ പണിയാവും തോന്നുന്നു. ഏത് കലക്ടർ വന്നാലും അധ്യാപകന്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കും. ഹല്ലേലൂയ. എത്ര ഓമനത്വം. അവരുടെ കഴുത്തറുത്ത് മാറ്റി കേവലം 1.5 പവന് വേണ്ടി മനുഷ്യന്റെ ദ്രവ്യാഗ്രഹം മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പണത്തിനു വേണ്ടി ആമേൻ യേശുവിനെ പോലും ഒറ്റിക്കൊടുത്ത അന്ന് ഒരു യൂദയായിരുന്നെങ്കിൽ ഇന്ന് 99% യൂദാമാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദ്രവ്യാഗ്രഹത്തിന്റെ പിടിയിൽ അമർന്നു പോകാതെ ദൈവം നടത്തും. അവൻ അത്ഭുത മന്ത്രി. അവൻ നമുക്ക് വേണ്ടുന്നതെല്ലാം തരും. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. നീ അധ്വാനിക്കുക, ജീവിക്കുക. പോരാത്തത് അപ്പനോട് പറയപ്പാ തികയുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹത്വത്തിനൊത്തവണ്ണം നമ്മെ പോറ്റാൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക്, മൃഗങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം നമുക്കുണ്ട്. ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ആരെയും വഞ്ചിക്കരുത്, ആരെയും കൊല്ലരുത്, അവിശ്വസ്തത കാണിക്കരുത്. അന്ത്യകാലത്ത് ഇത് ഉണ്ടാകുമെന്ന വചനമുള്ളത്. കൈക്കൂലി കൊടുക്കാതെ ഇന്ന് എന്തെങ്കിലും സാധിക്കുമോ? കള്ളക്കടത്തും കരിഞ്ചന്തയും കൈക്കൂലിയും വാങ്ങുന്നവരാരും ഇതിനകത്തോ ദേശത്തോ ഉണ്ടെങ്കിൽ നിന്നെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. നിന്നെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ മഹാവിപത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ സക്കായി മാനസാന്തരപ്പെട്ടതുപോലെ ഈ സുവിശേഷ യോഗത്തിൽ നിന്റെ ദ്രവ്യാഗ്രഹത്തിൽ നീ വിടുതൽ പ്രാപിക്കുക. ഭക്ഷണപാനീയങ്ങളിൽ മായം ചേർത്ത് മനുഷ്യന്റെ കിഡ്നിയും പാങ്ക്രിയാസും ബ്രെയിനും എല്ലാം തകർക്കുന്ന വിഷങ്ങൾ കലർത്തി പണം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെട്. ദൈവത്തിന്റെ ക്രോധാഗ്നി നിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും വരുവാൻ പോകുകയാ. അടുത്തതാ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. ഇന്നും ഞാൻ ഓർക്കുക, അപ്പൻ മുറ്റത്തെ പടിവാതിക്കൽ ഇരുന്നാൽ അടുക്കള വാതിലൂടെ കയറി വരൂ. അത്ര ബഹുമാനമാണ്. അച്ഛൻ വരുന്നു, പപ്പ വരുന്നു. പപ്പായെ കണ്ടാൽ, അമ്മയെ കണ്ടാൽ ഇന്നോ അപ്പം പേടിച്ച് എഴുന്നേറ്റ് പോവുക. വരുന്നുണ്ട് ഇളയവൻ, മൂത്തവൻ പോലും അല്ല, 10ാം ക്ലാസ്സുകാരൻ വരുന്നുണ്ട്. ഇതിലേക്ക് തൊഴിച്ചിട്ട് കയറി പോവും. വഴിയാണോടാ എന്തായിരിക്കുന്നത് ചോദിച്ചുകൊണ്ട്. മാതാപിതാക്കളെ, മക്കളെ, ദീർഘായുസ് കിട്ടാൻ യോഗയും ചെയ്ത് ജിമ്മിലും പോയാലൊന്നും ദീർഘായുസ് കിട്ടിയാലേ ചില മസിലൊക്കെ ഉരുളും, അറ്റാക്ക് വന്ന് ചത്തുപോകും. നിനക്ക് കാരണം വലിയ ആരോഗ്യവന്മാർ അറ്റാക്ക് വന്ന് ചത്തുപോയില്ലേ? നിനക്ക് ദീർഘായുസ് കിട്ടാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഒരു കൗമാരപ്രായമൊക്കെ ആയാൽ മതി. അമ്മമാരുടെയൊക്കെ കിഡ്നി അടിച്ചു പോകുന്നത് പെൺപിള്ളേർ പേടിപ്പിച്ചിട്ടാ. എന്നാ വിരട്ട ഇവളുമാർ വിരട്ടുന്നതെന്നറിയാമോ? വല്ലതും വകവെക്കുവോ? അമ്മ ജനിക്കുന്നതിന് 100 കൊല്ലം ഇവളാ ജനിച്ചേ തോന്നും. ഇന്നലെ വരെ പായ കിടന്നു പുള്ളിയ വെണ്ണ. ഇന്നലെ വരെ ചെരുപ്പിടാൻ അറിയാമല്ലോ. ഇടത്തെ കാലിലെ ചെരുപ്പ് വലത്തെ കാലിലെ ചെരുപ്പ് എടുത്ത കാലിലും അമ്മ ഇടാൻ പഠിപ്പിച്ചേ. തിന്നാൻ അറിയാമല്ലോ. ഇത് മുഴുവൻ നിലത്തും മൂത്രവും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടിരുന്ന അമ്മയാ പഠിപ്പിച്ചേ. സത്യമല്ലേ? തുണ്ണെടുക്കാൻ അറിയാവോ? അടിയിലിടുന്നത് മുകളിലിടുന്നത് താഴെയും. അങ്ങനത്തെ പ്രായം ഉണ്ടായിരുന്നെന്ന്. സത്യമല്ലേ? സത്യമാണോ? ക്ലോസറ്റ് മൂത്രം ഒഴിക്കറിയായിരുന്നു, പെരക്കാത്ത മുള്ളുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെ പഠിപ്പിച്ചത് അമ്മയാ മക്കളെ. അല്ലേ? ഇപ്പോഴാണ് നീ ഇംഗ്ലീഷ് പഠിച്ചത് കേട്ടോടാ മക്കളെ. ഇപ്പം പോലും സ്വന്തം ഇവിടുത്തെ ഷോക്സ് എവിടെയാണെന്ന് അറിയാൻ മേല. എവിടെയും കൊണ്ട് കൊണ്ട് തള്ളിയിട്ട് എവിടെയാ എൻ്റെ ഷോക്സ് വഴക്കൊണ്ടാക്കുക. അവനാ അപ്പൻ അമ്മയെ പേടിപ്പിക്കുന്നത്. എൻ്റെ മക്കളെ, ഒന്നുമല്ല. തലമുടി ചെയ്യാൻ പഠിപ്പിച്ചത് ആരാന്നറിയാവോ? പേസ്റ്റ് തിന്നുകൊണ്ടിരുന്നതാ. വായിലോക്ക് പേസ്റ്റ് വിഴുങ്ങുമായിരുന്നു. അത് പല്ല് തേച്ച് തുപ്പാൻ പഠിപ്പിച്ചത് അപ്പനും അമ്മയുമാണെന്ന്.
മുടി ചീകാൻ പഠിപ്പിച്ചത് അപ്പനും അമ്മയാണെന്ന് നിങ്ങൾ ചെയ്യുമായിരുന്നു, പക്ഷെ വഴിയിലിറക്കാൻ കൊള്ളിയാലായിരുന്നു. പിടികിട്ടിയോ? ഉടുപ്പിന്റെ ബട്ടൺസ് ഇടാൻ പഠിപ്പിച്ചത് ആരാ? താഴ്ത്തത് മുകളിലും, അതാണ് മേഘോ. ഹല്ലേലൂയ. ഇതൊക്കെ ചൊവ്വേ നേരെ പഠിപ്പിച്ചത് അപ്പനും അമ്മയും അല്ലേ? ഒന്ന് ഓർത്തേ മക്കളെ, നിന്റെ ഉൾവായിൽ ചോറുരുട്ടി നൽകി. ഹല്ലേലൂയ. ഉള്ള ഉപ്പ് മുഴുവൻ നീ കോരി അതിനകത്ത് ഇടുമായിരുന്നു, ആ ഉപ്പ് തന്നെ തിന്നുമായിരുന്നു. ഇതെല്ലാം പാകത്തിന് പഠിപ്പിച്ചത് അപ്പനും അമ്മയുമാകട്ടെ. അവരെ നീ വിരട്ടരുതേ, അവരെ നീ പേടിപ്പിക്കരുതേ, അവരെ മുറിവേൽപ്പിക്കുന്ന ഒന്നും നീ ചെയ്യരുതേ. അപ്പനും അമ്മയും ബഹുമാനിച്ചാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിനക്ക് നന്മയുണ്ടാകും. വാഗ്ദത്തത്തോടു കൂടിയ യേശുവിന്റെ വചനത്തിലെ ആദ്യത്തെ കൽപ്പനയാണ്, മാതാപിതാക്കളെ അനുസരിക്കാത്ത ബഹുമാനിക്കാത്ത ഏതെങ്കിലും തലമുറകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടട്ടെ. ഇപ്പോഴാ അപ്പനും അമ്മയും വായും പൊളിച്ചിരിക്കുന്നത്, അയ്യോ പിള്ളേരെ കൂടെ കൊണ്ടുവരായിരുന്നെന്ന്. മക്കളെ, നിങ്ങൾ TV കണ്ടോ? ബൈക്കിൽ ഞങ്ങൾക്ക് 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ, ഓട്ടോറിക്ഷയ്ക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുത്തിട്ട് പോന്നു. അന്ത്യകാലത്തിന്റെ ലക്ഷണം അപ്പനെ അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അടുത്തൊരു പദ ഉഗ്രന്മാർ. ഈ ഉഗ്രന്മാരെന്ന് പറഞ്ഞാല് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഭോജിയല്ല, ഈ മാംസബുക്കുകളായ കുറെ ജന്തുക്കളില്ലേ, സിംഹം, കടുവ, ഇതൊക്കെ ഉഗ്രന്മാർ. മനുഷ്യരിപ്പോൾ ആരെ പോലെയായി? കടുവായെ പോലെയായി. ആരെയും കടിച്ചു കീറാൻ, ആരുടെയും രക്തം ചിന്താൻ, ആരെയും വെട്ടിക്കൊല്ലാൻ യാതൊരു മനസാക്ഷിയുമില്ലാത്ത, മനസാക്ഷി മരവിച്ച പെറ്റതള്ളയെ ഷാളുമുറുക്കി കൊന്നു പ്രേമിച്ച ചെറുക്കിനു വേണ്ടി 18 വയസ്സുകാരി. അതാണ് ഈ ലോകം കേട്ടോ. ഇന്നു രാത്രിയിൽ ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. നക്ഷത്രങ്ങളിലേക്ക് നോക്കിയും സൂര്യനിലേക്ക് നോക്കിയും സമുദ്രത്തിലേക്ക് നോക്കിയും ലോകചരിത്രം നോക്കിയൊന്നും അന്ത്യകാലം മനസ്സിലാക്കാൻ പ്രാപ്തി നിങ്ങൾക്കില്ലെങ്കിലും മനുഷ്യ മുഖത്തേക്ക് നോക്കിയാൽ മതി. മനുഷ്യന്റെ സ്വഭാവത്തിൽ വരുന്ന ഈ മാറ്റം അന്ത്യകാലത്തിന്റെ ശാപത്തിന്റെ ലക്ഷണമാണ്. ഇവിടെയാണ് സഭ ഉണരേണ്ടത്, ഇവിടെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, ഇവിടെയാണ് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കേണ്ടത്, ഇവിടെയാണ് ഹല്ലേലൂയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകൾ നമ്മളിലൂടെ വെളിപ്പെടേണ്ടത്. കർത്താവേ, തിമോത്തിയോസേ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അടുത്തൊരു ഭാഗമാ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരാകും. നോഹയുടെ കാലം പോലെ ബോധിച്ചവരുടെ പിന്നാലെ ഒക്കെ പോകുന്ന ഒരു കാലം, അശുദ്ധിയുടെ കാലം, അസാൻമാർഗീയതയുടെ കാലം. കല്യാണമൊന്നും കഴിക്കേണ്ട, 2 പേരോട് ഒന്നിച്ച് ജീവിക്കുക, കുറച്ച് കഴിയുമ്പോൾ യാത്ര പറഞ്ഞ് പിരിയുക, വേറെ ഒരുത്തന്റെ കൂടെ ജീവിക്കുക. കല്യാണം കഴിച്ചത് വഴിതെറ്റി പോകുന്നു, ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭാര്യയെ വഞ്ചിക്കുന്നു, ദൈവപ്രിയമില്ല, ഭോഗപ്രിയരായി മനുഷ്യർ മാറുന്നൊരു കാലം. ഇന്നു രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവേ, ഈ വകയൊന്നും എന്റെ അകത്ത് കടക്കാതെ, ഈ വക എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞാൻ വരുന്നു. എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചിലർ ഈ പന്തലിനകത്തുണ്ടാകട്ടെ. ഈ പെരുവെള്ളം എന്റെ പടകിലും കയറാൻ തുടങ്ങി, എന്റെ വീട്ടിലും കയറാൻ തുടങ്ങി. എന്റെ തലമുറകൾ വെറും സ്വസ്നേഹികളായി മാറി, എന്റെ തലമുറകൾ വെറും ദ്രവ്യാഗ്രഹികളായി മാറി, എന്റെ കുടുംബം ഇണങ്ങാത്തവരായി മാറി. ഇണങ്ങാത്തവർ, പണ്ടൊക്കെ മനുഷ്യൻ പിണങ്ങും, അതൊക്കെ കൂടി വന്നാൽ ഒരു കർത്തൃമേശ വരുന്നവരോടെ ആ പിണക്കം തീരും. ഹല്ലേലൂയ. ഇന്ന് കഠാരയും എളി വെച്ചോണ്ട് റൊട്ടി മേടിച്ച് തിന്നുക, ഇത് കഴിഞ്ഞിട്ട് വേണം അവൻ്റെ കൊടുക്കാൻ. പുള്ളിയുടെ ധാരണ അതിനുള്ള ബലവാ ഇതെന്നാ, കർത്തൃമേശ എന്നാ. എത്രയെന്നാലും ഇണങ്ങിയല, ചത്താലും ഞാൻ ക്ഷമിക്കുകയല്ല. അവൻ പോകുന്ന സ്വർഗം എനിക്ക് വേണ്ട.
ഇണങ്ങില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമായിരുന്നു, അപ്പനും അമ്മയും പിണങ്ങുമായിരുന്നു, ചേട്ടനനിയന്മാരൊക്കെ പിണങ്ങുമായിരുന്നല്ലേ. നമ്മളൊക്കെ കെട്ടിപ്പിടിച്ച് പുതപ്പിന് വേണ്ടി അടിയുണ്ടാക്കും. ഈ ഒരു പഴത്തിന് വേണ്ടി ആകെ ഒരു പഴവും 10 കൂടെ കിട്ടുന്നേ. ഇവൻ ഇച്ചിരി ഉത്സാഹമില്ലാതെ തൊലിയും പൊളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. അവൻ കഥ പറഞ്ഞു പുറകിന് മറ്റോ വന്ന് കടിച്ചു. ഒരു കടി അവൻ കൊണ്ടുപോകും, അവൻ തമ്മിലടി. അപ്പുറത്ത് ഇപ്പുറം പിടിക്കും, ഇവൻ തമ്മിലടി. പക്ഷേ ആ പഴം തീരുന്നതിന് മുമ്പ് എല്ലാം കൂടെ ഒറ്റക്കെട്ടാവുകയും ചെയ്യും. എന്തു നല്ല ഒരു കാലം! ഇന്നോ നഞ്ചക്ക് കൈ കൊണ്ട് കിടക്കുക. ചേട്ടൻ അനിയൻ പെങ്ങളുടെ തലക്കെട്ട് കൊടുക്കാൻ നഞ്ചക്ക് കരട്ട പഠിക്കുക. ആർക്കും അപ്പൻ്റെ കൊടുക്കാൻ, അല്ല വേറെ ഒന്നുമല്ല. ഇന്ന് രാത്രിയിൽ കാലം തീരാറായി. ഇങ്ങനെ മനുഷ്യൻ മുമ്പോട്ട് പോകില്ല. തമ്മിൽ തല്ലി കടിച്ചു കീറി കൊന്നുമുടിച്ച് കൊല വിളിച്ച് ഈ നിലകളിൽ മുമ്പോട്ട് പോയാൽ മനുഷ്യന്റെ സകല സ്വസ്ഥതയും എന്തേ ഇതിന് മുൻകാലങ്ങളിൽ കേട്ടിട്ടില്ലാത്ത ആതങ്കവാദികൾ ഭീകര പ്രവർത്തനം സ്വസ്നേഹമല്ലേ. എവിടെ ബോംബ് വെച്ചും ആര് മനുഷ്യബോംബായും എന്റെ മതം മാത്രം മതി. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടെ ജീവിച്ച ഒരു നല്ല കാലം മുമ്പിൽ ഉണ്ടായിരുന്നു. മനുഷ്യർ സ്വസ്നേഹികളാകും. ഇങ്ങനെ അന്ത്യകാലത്ത് ദൈവസഭ വിശുദ്ധിയോടെ ജീവിക്കുന്ന, ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ പോലും ഇവിടെ ഉണ്ടാകരുത്. യേശു ജനിക്കുന്ന കാലം വന്നപ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ചു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഒരൊറ്റ കന്യക ഭൂമിയിൽ ഉണ്ടാകാതിരിക്കാൻ പിശാച് കച്ചകെട്ടി ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനസ്സിലാക്കണം കേട്ടോ. അധാർമികതയുടെ കാലഘട്ടം, സകല നിയമങ്ങളെയും പൊളിച്ച് വേലി പൊളിക്കുന്നൊരു കാലഘട്ടം. അതിന്റെ നടുവിലും കന്യകയായ ഒരു മറിയ, ലോകത്തിന്റെ കളങ്കം പറ്റാതെ വിശുദ്ധിയിൽ നിന്ന് ഒരു പെൺകുട്ടി, അവൾ നിമിത്തമാണ് ലോകം മുഴുവൻ വെളിച്ചം കണ്ടത്. എക്കാലത്തും അങ്ങനെയുള്ള ചിലരെ തമ്പുരാൻ ശേഷിപ്പിക്കുമ്പോൾ അതിൽ ഒരുവളായി ഞാനും നിങ്ങളും മാറുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ഇങ്ങനെ പോയാൽ ഇവിടെ ദൈവിക പദ്ധതി നടക്കില്ല. മനുഷ്യർ മുഴുവനും തകർന്ന പൈശാചിക സ്വഭാവമുള്ളവരായി മാറും. പക്ഷേ യേശു വരുന്നത് വരെ ദൈവസഭ ഇവിടെ വേണം. ഇവിടെ മനുഷ്യവാസം ഉള്ളിടത്തോളം കാലം ദൈവ പ്രവർത്തികൾ ഇവിടെ നടക്കണം. അതിനുവേണ്ടി നിത്യതയിൽ ദൈവം ഒരു പദ്ധതി ചെയ്തു. അന്ത്യകാലത്ത് മനുഷ്യവർഗത്തെ മുഴുവൻ പിശാചിങ്ങനെ വികൃതമാക്കുമ്പോൾ ഈ മനുഷ്യവർഗത്തെ സംരക്ഷിക്കുവാൻ നിത്യതല ദൈവം ചെയ്തൊരു മറ്റൊരു പദ്ധതിയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അതാണ് രണ്ടാമത് വായിച്ച വാക്യം. ഹല്ലേലൂയ. ഏത് സ്വസ്നേഹിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ, ഏത് ദ്രവ്യാഗ്രഹിയിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, ഏത് കഠിന ഹൃദയനിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, ഏത് ഇണങ്ങാത്തവനിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, യേശുവിനെ പോലെ അവനെ ആക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല ജഡത്തിനും പകരുവാൻ ദൈവം പദ്ധതിയിട്ടു. ആമേൻ. ഹല്ലേലൂയ. ഈ വക ഏതെങ്കിലും സ്വഭാവം ജീവിതത്തിലുണ്ടെങ്കിൽ, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളെ, നിങ്ങൾക്ക് എത്ര ക്ലാസ് എടുത്താലും കൗൺസിലിംഗ് ചെയ്താലും നിങ്ങൾക്ക് അവരെ അനുസരിക്കാൻ കഴിയില്ല. കാലമിത വ്യാപാരം അത്ര ഭയങ്കരമാ. എന്നാൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ ആരും ഉപദേശിക്കേണ്ട, നിങ്ങളെ ആരും തല്ലണ്ട. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ, അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ
വീട്ടിൽ കിടക്കാതെ, ആർക്കും ഒതുക്കാൻ കഴിയാതെ, ആര് കൗൺസിലിംഗ് നടത്തിയാലും ഏത് ചങ്ങല കൊണ്ട് അവനെ കെട്ടിയിട്ടാലും ഉരുമി പൊട്ടിച്ച് നാടിളക്കുന്ന ആ മനുഷ്യനെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ആക്കിയത് യേശുവിന്റെ വായിൽ നിന്ന് വചനത്തിലൂടെ അവനിലേക്ക് വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിശാച് പോലെയുള്ള ആ മനുഷ്യനെ മാലാഖയെ പോലെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വചനം ഈ നാട്ടിലോ വീട്ടിലോ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ, അസ്വസ്ഥത നിന്റെ ജീവിതത്തിൽ പിടിമുറുക്കുന്നുണ്ടെങ്കിൽ, തലമുറകൾ കൈവിട്ടു പോകുന്നുണ്ടെങ്കിൽ, തലമുറ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ, അവൻ അസാൻമാർഗ്ഗതയാണെങ്കിൽ, സ്നേഹിച്ചൊരു ചെറുക്കിനു വേണ്ടി, സ്നേഹിച്ചൊരു പെണ്ണിനു വേണ്ടി അമ്മയെ അപ്പനെ കണ്ണുനീര് കുടിപ്പിക്കുന്നെങ്കിൽ, നിങ്ങളവരെ ഭയപ്പെട്ട് കിടക്കുന്നെങ്കിൽ, ഇതിനെ മാറ്റാൻ ഇവിടുത്തെ ഒരു സൈക്കാട്രിക്കും കഴിയില്ല, ഒരു മതത്തിനും കഴിയില്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല, ഒരു ജുഡീഷ്യറിക്കും കഴിയില്ല, ഇവിടുത്തെ ഒരു സേനയ്ക്കും കഴിയില്ല. ഇവനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനല്ലാതെ. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, എന്നാൽ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ഇരുളിനു മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിൽ പരിവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കുപ്പിയിൽ അല്പം വെള്ളം നിറച്ച് പഞ്ഞിമുക്കി നെറ്റിയെ കുരിശു വരച്ച കിട്ടുന്നതല്ല ഈ പരിശുദ്ധാത്മാവ്. ഇത് കാശ് കൊടുത്താ കിട്ടുന്നതല്ല, ഇത് അനുകരണത്തിലൂടെ വരുന്നതല്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിന് വേണ്ടി. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് യേശുവിനോട് നിലവിളിക്ക്, യേശുവേ, സ്വസ്നേഹം എന്റെ കുടുംബത്തെ തകർക്കുന്നു, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു, മാതാപിതാക്കളെയും മക്കളെയും തകർക്കുന്നു. വലിയ ദുരന്തം ഞങ്ങളുടെ വീട്ടിൽ ആമേ കയറി വരുന്നു. ഞങ്ങൾ കഠിനന്മാരായി മാറുന്നു, ഉഗ്രന്മാരായി മാറുന്നു, ദ്രവ്യാഗ്രഹികളായി മാറുന്നു. ഇതിൽ നിന്നൊരു രൂപാന്തരം ദ്രവ്യാഗ്രഹിയായ സക്കായിയെ പോലും യേശുവിന്റെ ശിഷ്യനാക്കി മാറ്റിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശമരിയക്കാരിയെ പോലും യേശുവിന്റെ ശിഷ്യയാക്കി മാറ്റിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇംഗ്ലീഷ് മീഡിയം നല്ലതാ മക്കളെ, CBSE ICC ഒക്കെ നല്ലതാ, പറ്റുന്നിടത്തോളം പഠിച്ചോ. നേഴ്സിംഗോ എഞ്ചിനീയറിംഗോ ഫാമിലിയോ ബിടെക്കോ എന്തും പഠിച്ചോ. പക്ഷെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ ദുർഘട സമയത്ത് നീ തകർന്നു പോകും. കോവിഡ് ആകുന്ന വൈറസിനേക്കാൾ മാരകമാണ് കേട്ടോ. നീ അറിയാതെ വൈറസ് നിന്റെ അകത്ത് കയറുന്നത് പോലെ ഈ പൈശാചിക സ്വഭാവം നിന്റെ അകത്തേക്ക് കടന്നാൽ നീ മൃഗത്തേക്കാൾ അധപ്പതിച്ചവനായി പോകും. അത് വരാതിരിപ്പാൻ സകല ജഡത്തിന്റെ മേലും, പുത്രന്മാരുടെ മേൽ, പുത്രിമാരുടെ മേൽ, യുവതികളുടെ മേൽ, യുവാക്കന്മാരുടെ മേൽ, ബാലന്മാരുടെ മേൽ, വൃദ്ധന്മാരുടെ മേൽ. കാരണം അന്ത്യകാലത്ത് സ്വസ്നേഹിയായ 92കാരൻ 2 വയസ്സുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്യുന്ന കാലം. അതുകൊണ്ട് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, തലമുറകൾ പിണങ്ങിയിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ വഴിതെറ്റിയ ജീവിതം കണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടോ പ്രാഗിയിട്ടോ കാര്യമില്ല. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഭർത്താവിലേക്ക് വരുവാൻ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. ഈ പരിശുദ്ധാത്മാവിനെ നിന്റെ ഭാര്യ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവെ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. നിന്റെ തലമുറകൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഇവിടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി കണ്ണുനീരോടെ കരയുന്ന മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ. അതാണ് ഈ കാലത്തിന്റെ ആവശ്യം, അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇന്നു രാത്രിയിൽ ആ ദൈവാത്മാവിന്റെ ഒരു വ്യാപാരം വചനം കേട്ട എല്ലാവരുടെ മേലും കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നോഹയുടെ കാലം വരുവാൻ പോകുന്നു, ദുർഘട സമയം വരുവാൻ പോകുന്നു, വലിയൊരു പ്രളയം. അന്ന് വരെ മഴയില്ല ഭൂമിയിൽ, മഴയവർ കണ്ടിട്ടില്ല, കാർമേഘം അവർ കണ്ടിട്ടില്ല. അപ്പോഴാ നോഹ വിളിച്ചു പറയുന്നത്, കാലം തീരാറായി, മാനസാന്തരപ്പെടാഞ്ഞാൽ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകും. ആര് കേൾക്കാൻ? പാരമ്പര്യവും കുടുംബക്കല്ലറയും
പാസ്റ്ററും അച്ഛനും മെത്രാനും എല്ലാം ഉള്ള വീടല്ലേ? ആർക്ക് വേണം മാനസാന്തരം? ആർക്ക് വേണം സത്യസുവിശേഷം? ആർക്ക് വേണം യേശു കാണിച്ച മുഴുകൽ സ്നാനം? ഇതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ടല്ലോ. ജനത്തെ വഞ്ചിക്കുകയല്ലേ? ഇന്നു രാത്രിയിൽ യേശുവിന്റെ സത്യവചനം കേട്ട് നോഹയുടെ കാലത്ത് പ്രളയം വരുന്നതിന് മുൻപേ നോഹയോട് ദൈവം പറഞ്ഞു, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി നീ ഒരു പെട്ടകം പണിയുക. ഇന്ന് രാത്രി ദുർഘട സമയമാണ്. നിന്റെ തലമുറയുടെ രക്ഷയ്ക്കായി, തലമുറ വഴിവിട്ട് പോകാതിരിപ്പാൻ ആരെങ്കിലും വഴിവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വരുവാൻ കരയുന്ന മാതാപിതാക്കൾ, പണത്തിന്റെ പുറകെ നീ ഓടിയില്ലേ? തലമുറയ്ക്ക് വേണ്ടി കരയാൻ നിനക്ക് മനസ്സില്ല, തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുവാൻ നിനക്ക് സമയമില്ല, അവരെ തീറ്റിപ്പോറ്റാൻ നീ ഒരുപാട് ഓടിയില്ലേ? ഇന്ന് തലമുറ നിമിത്തം കണ്ണുനീര് കുടിക്കുകയല്ലേ? ദൈവത്തോട് ഏറ്റുപറ, മഹാപാതകം ഏറ്റുപറ, ഇനിയുള്ള കാലമെങ്കിലും ദൈവമേ എന്നെ അതിനായി സമർപ്പിക്കുന്നു. സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ആ പെട്ടകത്തിനകത്ത് കയറിയ ഒരു വ്യക്തിയുടെ തലയിൽ ചാറൽ മഴയുടെ ഒരു തുള്ളി പോലും വീഴാതെ, അല്പജനമെന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടതുപോലെ ഈ അന്ത്യകാലത്ത് ദുർഘട സമയത്ത് രക്ഷപ്പെടുന്നവരാരാണ്? രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തളിച്ചല്ല, ഊതിയല്ല, കൊടിക്കീഴിലല്ല, വെള്ളത്തിൽ മുങ്ങി യേശു സ്നാനമേറ്റതുപോലെ, യേശു പഠിപ്പിച്ചതുപോലെ ഹല്ലേലൂയ പിന്തുടരുന്ന പാരമ്പര്യമല്ല, മുഴുകൽ സ്നാനമേറ്റ് പോരാ പോരാ പോരാ. വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, സാക്ഷ്യത്തോടെ ജീവിതാന്ത്യം വരെ ജീവിക്കുന്നവനാണ് നോഹ പെട്ടകത്തിലൂടെ കുടുംബം രക്ഷപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെടൂ. 2 പേർ ഒരുമിച്ച് കിടക്കയിലായിരിക്കും, 2 പേർ ഒരുമിച്ച് തിരികല്ലിലായിരിക്കും, 2 പേർ ഒരുമിച്ച് വയലിലായിരിക്കും. ദുർഘട സമയമാ, എല്ലാവരും പോകുകയില്ല. അന്യഭാഷ പറയുന്നവനും തുള്ളുന്നവനും മുങ്ങിയവനും എല്ലാം പോകുന്നില്ല. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത്, പ്രമാണത്തിനു വേണ്ടി വില കൊടുത്ത് ജീവൻ പോയാലും യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവർ മാത്രമേ ഈ ദുർഘട സമയത്തിൽ നിന്ന് രക്ഷപ്പെടൂ. സകല പരിപാടിയുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിലും നമ്മളുണ്ട്, കൺവെൻഷനിലും നമ്മളുണ്ട്, പെരുന്നാളിലും നമ്മളുണ്ട്, കർത്തൃമേശയ്ക്കകത്തുമുണ്ട്, ഓണസദ്യക്കകത്തുമുണ്ട്, എല്ലാറ്റിലും ഉണ്ടെന്ന്. ദുർഘട സമയമാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ ഈ ദിനങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു രൂപാന്തരത്തിന്റെ ശക്തി നമ്മെ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്നെ അതിനായി സഹായിക്കണമേ. ഈ കാലം വളരെ അപകടം പിടിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, ദുർഘട സമയം എന്ന് പറഞ്ഞാൽ അത്ര ഭയാനകമാണ്. അവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ലെയറാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പരിസ്ഥിതിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. നേർച്ചകൾ, കാഴ്ചകൾ, കർമ്മങ്ങൾ, തീർത്ഥയാത്രകൾ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മൾ വിചാരിച്ചപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചാൽ ഞാനങ്ങ് രക്ഷപ്പെടുന്ന ഒന്നുമല്ല. നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ഏകരക്ഷകനായ യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ, ഏക മധ്യസ്ഥനായ, ഏക സത്യ ദൈവമായ, ഏകനായ ഹല്ലേലൂയ ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഏക വഴിയായ, ഒരുപാട് വഴിയില്ല, 1.5 വഴിയില്ല, ഏക സത്യ ദൈവമായ യേശുവിൽ നിന്നെ സമർപ്പിച്ചാൽ അവരിലേക്കാണ് പരിശുദ്ധാത്മാവ് ഒഴുകി വരുന്നത്. അവരിലേക്കാണ് കൊടിയ കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് വീശുന്നത്. അവരിലേക്കാണ് തീ പോലെ പരിശുദ്ധാത്മാവ് കത്തുന്നത്. അവരിലേക്കാണ് വസ്ത്രം പോലെ പരിശുദ്ധാത്മാവ് വീഴുന്നത്. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവ് പന്തലിനകത്ത് മാത്രമല്ല, ഈ പുന്നാപൂരും പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം ഈ നദിയൊന്ന് ഒഴുകി ചെല്ലട്ടെ. സകല കുടുംബങ്ങളിലും, സകല പാസ്റ്റർമാരിലും, സകല പുരോഹിതന്മാരിലും, സകല മേലധ്യക്ഷന്മാരിലും, സകല പൊളിറ്റിക്കൽ ലീഡേഴ്സിലും,
സകല ബിസിനസ്കാരിലും സകല വിദ്യാർത്ഥികളിലും സകല തലമുറകളിലും സകല മനുഷ്യവർഗത്തിലും സകല ജഡത്തിന്റെ മേലും ഒരാത്മപകർച്ച ഈ അന്ത്യകാലത്ത് പകരുവാൻ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിരിക്കുന്നു. അതിന്റെ ഒരു ചെറിയ ലക്ഷണം നമ്മുടെ പന്തലിനകത്ത് ഈ 7 ദിവസവും തുടങ്ങിക്കഴിഞ്ഞു. 7-ാം ദിവസവും ആ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി വെറുതെ പോകരുതേ. ഈ പെട്ടകത്തിനകത്തേക്കൊന്ന് പാദങ്ങൾ വയ്ക്കുവാൻ. കർത്താവേ, ഞാനൊരു സ്വസ്നേഹിയ. നല്ലതെല്ലാം എനിക്ക് വേണം. നല്ല സ്ഥാനം എനിക്ക്, നല്ല കസേര എനിക്ക്, നല്ല പൊസിഷൻ എനിക്ക്. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളും രാഷ്ട്രീയങ്ങളും, അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന തമ്മിത്തല്ലുകളും ഉഡായിപ്പുകളും കുതന്ത്രങ്ങളും, ഹല്ലേലൂയ, ഇതെല്ലാം അന്ത്യകാലത്തിന്റെ പിശാചിന്റെ കണിയിൽ നീ അകപ്പെടും കേട്ടോ. വരാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തി നേർനിലത്തിൽ എന്നേക്ക് നമ്മോട് കൂടെ ഇരുന്ന് സകല സത്യത്തിലും വഴി നടത്തുന്ന ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമേ. ഈ ഉപവാസത്തിൽ അത് പ്രാപിക്കാതെ പോകരുതേ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും, ഒരു രോഗശാന്തി കിട്ടിയില്ലെങ്കിലും, കടബാധ്യത മാറിയില്ലെങ്കിലും, ശരീരത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞില്ലെങ്കിലും, ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, നിന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ, അതോടുകൂടെ നിനക്ക് വേണ്ടിയതെല്ലാം ഉണ്ട്. പ്രാർത്ഥിക്കുവാൻ പോകുകയാ. യേശുവേ, തിമോത്തിയോസേ, നീ അറിയണം. കർത്തൃദാസന്മാരെ നമ്മൾ അറിയണം. യുവതിവാക്കന്മാരെ നിങ്ങൾ അറിയണം. മാതാപിതാക്കളെ നിങ്ങൾ അറിയണം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അന്ന് വരുമെന്നാ പറഞ്ഞതെങ്കിൽ ഇന്ന് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നീ അവരെ വിട്ട് ഒഴിയണമെന്ന് ആ വാക്യം അവസാനം. എങ്ങനെ നമുക്ക് ഒഴിയാൻ കഴിയില്ല കേട്ടോ, നമുക്കൊഴിയാൻ കഴിയില്ല. ഇവിടെ ഇതിൽ നമ്മെ വലിച്ചെടുക്കുന്ന ഈ നാശകരമായ കുഴിയിൽ നിന്ന്, ഈ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് കരഞ്ഞാൽ ഇതോ സ്വർഗം ചാഞ്ഞ് ഒരു കരം നിന്നെ ഇതിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ ഇറങ്ങി വരും കേട്ടോ. അതാണ് രക്ഷകനായ യേശുവിന്റെ കരം, അതാണ് രക്ഷകനായ യേശുവിന്റെ പ്രവൃത്തി. ഒരുപക്ഷേ ഈ പ്രസംഗങ്ങളോ ഈ വചനങ്ങളോ ഈ പ്രാർത്ഥനകളോ ഒന്നും യാതൊരു പരിചയമില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഭർത്താവിന്റെ, നിങ്ങളുടെ മക്കളുടെ, ആൺകൊച്ചിന്റെ, പെൺകൊച്ചിന്റെ, ഭാര്യയുടെ, നിങ്ങളുടെ ബന്ധുമിത്രാദിയുടെ സ്വസ്നേഹം നിമിത്തം തീരാ കണ്ണുനീര്, മാറാ ദുഃഖം അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മനുഷ്യവർഗത്തിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, ഈ ശാപത്തിന് രക്ഷിക്കുവാൻ, ഈ പാപബന്ധനങ്ങൾ വിടിവിക്കുവാൻ, ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ജീവിച്ച, പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ഇന്നും എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും സർവവ്യാപിയായി, സർവശക്തനായി, സർവജ്ഞാനിയായി ഇന്നും പ്രവർത്തിക്കുന്ന യേശുവിനോടൊരു വാക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ, വീടുകളിലിരുന്നാകട്ടെ, റോഡരികിലിരുന്നാകട്ടെ, പന്തലിനകത്തിരുന്നാകട്ടെ, യേശുവേ എൻ്റെ കുടുംബത്തെ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, ഈ ശാപത്തിൽ നിന്ന്, ഈ അന്ത്യകാലത്ത് വരുന്ന ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ക്രൂശിലേക്ക് നോക്കി ഒന്ന് നിലവിളിച്ചാൽ, ആ മഹാപ്രളയത്തിൽ സകല ജഡവും ചത്തുപോയപ്പോൾ നോഹയും കുടുംബവും രക്ഷപ്പെട്ടതുപോലെ ഈ കാലഘട്ടങ്ങളിൽ യേശു വരും, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നാം മരിച്ചവർ അക്ഷരാ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന കാലം ഏറ്റവും അടുത്തിരിക്കയാൽ ഇന്ന് രാത്രി യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജീവിതം വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മകൾ കണ്ണുകളടച്ച് അല്പജല മിനിറ്റുകൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാ. അപ്പോ മഹാപ്രളയം 2018 കേരളത്തിൽ വലിയ പ്രളയം ഉണ്ടായില്ലേ? 2 നിലയുടെ മുകളിൽ വെള്ളം കയറിയില്ലേ? എത്രയോ ചെറിയ കുന്നുകൾ വെള്ളത്തിൽ മൂടിപ്പോയില്ലേ?
ഒരിക്കലും കയറുകയില്ലെന്ന് ചിന്തിച്ച പല വീടുകളും പ്രളയത്തിൽ അകപ്പെട്ടില്ലേ? ഇതുപോലെ ഇന്ന് നീ സുരക്ഷിതന, എൻ്റെ മക്കൾ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊന്നും ചിന്തിക്കണ്ട. ഇത് ദുർഘട സമയമാണ്. ഏതു നിമിഷവും ഒഴിയാബാധ പോലെ ഈ പൈശാചിക ശക്തി നമ്മെ കടന്നു പിടിക്കാം. അതിനു മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീമതിലായി നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും കാക്കട്ടെ. ഗർഭസ്ഥ ശിശുവിനെ പോലും പരിശുദ്ധാത്മാവിൽ മറിയുടെയും എലിസബത്തിന്റെയും അകത്ത് കിടന്ന കുഞ്ഞിനെ പോലും പരിശുദ്ധാത്മാവിൽ നിറച്ചെങ്കിൽ നിങ്ങളുടെ പിഞ്ചു പൈതങ്ങളെ പോലും പരിശുദ്ധാത്മാവ് തൊടുമാറാകട്ടെ. നിങ്ങളുടെ ബാലിക ബാലന്മാരെ, കൗമാരങ്ങളെ, യുവാക്കളെ, മധ്യവയസ്കരെ, വയോധികരെ, സകല ജഡത്തിന്റെ മേലും ഈ ആത്മാവിനെ നൽകി രക്ഷിക്കുവാൻ കർത്താവിന് മനസ്സാണ്. ഈ ആത്മാവിനെ പ്രാപിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പരിശുദ്ധാത്മാവേ, എന്നെ അതിനായി സഹായിക്കണമേ. മനുഷ്യന്റെ ഗതി മാറിയൊരു മാറ്റം, മനുഷ്യന്റെ സ്വഭാവങ്ങൾക്ക് മാറിയൊരു കാലം. അയൽവാസികളുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ വിടുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അവർ സുരക്ഷിതരായി എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന ആങ്ങളെയല്ല, പെങ്ങളല്ല, ചേട്ടനല്ല, അമ്മാച്ചനല്ല, ഉപ്പാപ്പനല്ല, ആരുമല്ല. എത്രയോ നല്ല മനുഷ്യർ. തൊട്ടിലിൽ പോലും 2 വയസ്സായ കുഞ്ഞിനെ കിടത്തിയിട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യർ അത്ര വികൃതമായി, പ്രാകൃതമായി. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ വരേണ്ടത്. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയിൽ വരേണ്ടത്. അരുതാത്ത യാതൊന്നും നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശത്ത് സംഭവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഏറ്റെടുക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദുർഘട സമയം. മനുഷ്യ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, ദ്രവ്യാഗ്രഹികൾ, ദാഷ്ട്യക്കാർ, ഉഗ്രന്മാർ, ദൈവപ്രിയമില്ലാത്തവർ, ഭോഗപ്രിയർ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ, അനുസരിക്കാത്തവർ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുന്നവർ, അതൊക്കെ ഈ കാലഘട്ടം നമ്മുടെ ഇടയിൽ വളരെ ശ്രദ്ധയോടെ പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. ഇന്ന് രാത്രി അതിനെയെല്ലാം വിട്ടൊഴിഞ്ഞ് യേശുവിൽ ജീവിതം സമർപ്പിക്കുവാൻ നമ്മെ പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോൾ ഒരു വൈകാരികമായ ഒരു ഇളക്കപ്പെരുപ്പത്തിന്റെ ആത്മാവ് മാത്രമല്ല, സത്യത്തിന്റെ വഴിയിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്ന വചനത്തിന്റെ പഥ്യവചനത്തിലൂടെ, പഥ്യ ഉപദേശങ്ങളിലൂടെ നമ്മെ നടത്തുന്ന ഈ പരിശുദ്ധാത്മാവിനെ, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന, തെറ്റുകളെ ബോധ്യമാക്കുന്ന, അരുതാത്ത വഴിയെ പോകുമ്പോൾ വഴി ഇതിലെയാകുന്നു എന്ന് പറഞ്ഞ് നമ്മെ ഉപദേശിക്കുന്ന, ദ്രവ്യാഗ്രഹം ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നമ്മെ വിലക്കുന്ന, ജഡമോഹം ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ജയിക്കുവാൻ കൃപ നൽകുന്ന, വഴക്കും പിണക്കവും ദേഷ്യവും ജീവിതത്തിൽ വരുമ്പോൾ സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് നമ്മെ ഉപദേശിക്കുന്ന, സ്വന്തം ഭാര്യയെ സ്നേഹിക്കുവാൻ, സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുവാൻ, സ്വന്തം മാതാപിതാക്കളെ, മക്കളെ സ്നേഹിക്കുവാൻ, നമ്മെ പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ, ഗ്ലോറി ഹല്ലേലൂയ, കൃപകളും കൃപാവരങ്ങളും നമ്മുടെ മേൽ പകരുന്ന ഈ ആത്മാവ്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമത, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയ ജയം, ഹല്ലേലൂയ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഈ പരിശുദ്ധാത്മാവിനെ ഈ അന്ത്യകാലത്ത് എനിക്ക് നൽകണമേ. ഒരു വശത്ത് പൈശാചിക സ്വഭാവങ്ങളാൽ മനുഷ്യനെ മൃഗത്തെ കളതപ്പതിപ്പിക്കുമ്പോൾ, മറുവശത്ത് പരിശുദ്ധാത്മാവ് തന്റെ ഫലം സ്വഭാവങ്ങളായി നമ്മിൽ പകർന്ന് യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി അവൻ സ്തോത്രം, യേശു വെളിച്ചമാകുന്നത് പോലെ നമ്മൾ വെളിച്ചമായി, യേശു സത്യമാകുന്നത് പോലെ നമ്മെ സത്യമായി, യേശു വിശുദ്ധനാകുന്നത് പോലെ നമ്മെ വിശുദ്ധരാക്കി മാറ്റുന്ന ഈ പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിച്ചേ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ, ഇന്ന് ഞാൻ നിങ്ങൾ കേട്ട ഈ വചനം ജീവനും ആത്മാവുമാകുന്നു.
ഈ വചനം നിങ്ങളുടെ അകത്തോട്ട് വരുന്നതനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അധരങ്ങളൊന്ന് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ദൈവത്തെ സ്തുതിക്കുകയോ കരയുകയോ വചനത്തെ ഏറ്റെടുക്കുകയോ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇന്ന് രാത്രി കർത്താവേ, 7-ാം ദിവസം ഈ ദുർഘട സമയത്തൂടെ ഞാൻ കടന്നു പോകുന്നു. ഒരു കെടുതികളും വരാതെ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആമേൻ. പിതാക്കന്മാരോട് ചേരുവാൻ ഇന്ന് രാത്രി അടിയനെ വിട്ടുതരുന്നപ്പോ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നു, പാപങ്ങൾ ജീവിതത്തിൽ വന്നു, അന്ത്യകാല ലക്ഷണം എന്റെ ജീവിതത്തിലുമുണ്ട്, ആ വികൃത സ്വഭാവം എന്റെ ജീവിതത്തിലുമുണ്ട്. ഇന്ന് രാത്രി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. മറയിലെ വെള്ളത്തെ മധുരമാക്കി മാറ്റിയ ആ വൃക്ഷത്തിന്റെ കൊമ്പ് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ചില മാറ്റങ്ങൾ, ഒരു പുതിയ മനുഷ്യനാകുവാൻ ഒരാഗ്രഹം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സകല ദുഷ്ടതയും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുമ്പോൾ അന്ത്യകാല ലക്ഷണങ്ങൾ നിന്നെ വിട്ടുപോകും, ഒഴിഞ്ഞുപോകും, മാറിപ്പോകും. നോഹയും കുടുംബവും പെട്ടകത്തിന് മുകളിൽ, വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്നതുപോലെ നശിക്കുന്ന തലമുറയുടെ നടുവിൽ, വക്രതയുള്ള കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയാ. അങ്ങനെ ജീവിച്ച് നമ്മളിലൂടെ ആത്മീയ ശുശ്രൂഷ വെളിപ്പെടണം. അങ്ങനെ ജീവിച്ച് ദൈവത്തിന്റെ കൃപാവരങ്ങൾ നമ്മളിലൂടെ, അങ്ങനെ ജീവിച്ച് വിവിധ ഭാഷകൾ, അന്യഭാഷകൾ, ഭാഷയുടെ വ്യാഖ്യാനങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ആ ദിവ്യ സ്വഭാവത്തിലൂടെ നമ്മിൽ വെളിപ്പെടട്ടെ. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത് യുവതീവാക്കന്മാരെ, ഇന്ന് രാത്രി നിങ്ങൾ അറിയണം, ഇത് ദുർഘട സമയമാണ്. മാതാപിതാക്കളെ നിങ്ങൾ അറിയണം, ദൈവദാസിദാസന്മാരെ നിങ്ങൾ അറിയണം, തിമോത്തിയോസേ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. നിന്റെ വീട്ടിൽ വന്നു കയറുമെന്നറിയുക. ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. അതിനു മുന്നമേ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നിന്നിലൂടെ നിന്റെ മാതാപിതാക്കൾ തലകുനിച്ച് നടക്കുന്നതിന് മുൻപേ നിന്നിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വരട്ടെ. യുവതീവാക്കന്മാരെ, ഏതെങ്കിലും കുരുക്കുകളിൽ, ഏതെങ്കിലും കെടികളിൽ, ഏതെങ്കിലും കഞ്ചാവ് കടത്തിൽ, ഏതെങ്കിലും MDMA-യിൽ, ഏതെങ്കിലും ഒരു പെൺ വിഷയത്തിൽ നീ നാണം കെടുന്നതിന് മുന്നമേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. നിന്നെ രൂപാന്തരപ്പെടുത്തി ഒരു നല്ല മനുഷ്യനാക്കി ക്രിസ്തുവിൽ നിന്നെ തികഞ്ഞവനാക്കി മാറ്റുന്ന ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരും ഒരു വാക്ക് പ്രാർത്ഥിച്ച് എല്ലാവരെയും അധരങ്ങൾ തുറക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സകല ജഡത്തിന്റെ മേലും പകരുന്ന, ചെറിയവനെന്നോ വലിയവനെന്നോ വിദ്യാസമ്പന്നനെന്നോ അക്ഷരമില്ലാത്തവനെന്നോ ഒന്നുമില്ല, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ഈ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. ഇത് തന്നിൽ വിശ്വസിക്കുന്ന ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു. സകല ജഡത്തിന്റെ മേലും ആമേ പകരുന്ന ഈ ആത്മാവിനെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തു. അപ്പാ, ഒരാത്മാവിന്റെ ശക്തിയോടെ എന്നെ അയക്കണമേ. ഈ പവറോട് എന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള അന്ധകാരങ്ങൾ മാറട്ടെ. എന്റെ വീട്ടിൽ കുടിയിരിക്കുന്ന ചില കുടിയിരിപ്പുകൾ എന്നെ തകർക്കുന്ന ആമേ ലോകത്തിന്റെ വ്യാപാരങ്ങൾ എന്നെ സ്വസ്നേഹിയാക്കുന്ന, എന്നെ ദ്രവ്യാഗ്രഹിയാക്കുന്ന, എന്നെ ജഡമോഹിയാക്കുന്ന, എന്നെ ഉഗ്രനാക്കി മാറ്റുന്ന പൈശാചികന്റെ ശക്തികളെ, എല്ലാ ജഡത്തിന്റെ പ്രവൃത്തികളെ, എല്ലാ ദൂട്ട വ്യാപാരങ്ങള്, എല്ലാ വിചാരങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, ദൈവഹിതത്തിൽ നിന്നെ വളർത്താതെ നിന്നെ വികൃതമാക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ കാൽവറി ക്രൂശിൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനായ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ 10,000 സുന്ദരനായി ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു വലിയ രൂപാന്തരം നമ്മിൽ പരിശുദ്ധാത്മാവ് നൽകി നമ്മെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഏതെങ്കിലും അന്ത്യകാലത്തിന്റെ വ്യാപാരം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് പുറത്തു പോകട്ടെ. നമ്മുടെ ദേശത്ത് അത് വ്യാപരിക്കുന്നെങ്കിൽ, നമ്മുടെ ദേശത്ത് തലമുറകളെ, നമ്മുടെ യുവ മിഥുനങ്ങളെ അത് വഞ്ചിക്കുന്നെങ്കിൽ, ദുഷ്ടപിശാചിന്റെ പിടിയിൽ നിന്ന് യേശുവിലേക്ക് ഞങ്ങൾ രക്ഷിക്കുന്നു. പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, നാശത്തിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന്, അനാശാസ്യങ്ങളിൽ നിന്ന്, ആകാത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന്, എല്ലാ സ്വസ്നേഹങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ദേശത്തുള്ള സകല കുടുംബങ്ങൾക്കും, സകല മാതാപിതാക്കൾക്കും ഉണ്ടാകുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവശക്തി ഞങ്ങളുടെ ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് ദേശത്തിന്റെ നാനാഭാഗത്തേക്ക് അത് വ്യാപരിക്കട്ടെ, ആഞ്ഞു വീശട്ടെ, അത് ഒഴുകട്ടെ.